Good morning to all. Good morning, ma'am. Good morning, ma'am. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ലോണ്ടറി ആൻഡ് ലിനൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയി. ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എല്ലാവർക്കും കിട്ടിയോ? ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ആൻസേഴ്സ്. നമുക്ക് പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവാം. പുതിയ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ, എങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആണത്? ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങള്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഹോസ്പിറ്റലിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോ, അതായത് ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകും അല്ലെ, ഡോക്ടർ കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ ഒക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോ, അതായത് ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഇപ്പൊ നമ്മൾ പോകുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടാവില്ല, എന്തെങ്കിലും കാലുവേദനയോ അല്ലെങ്കിൽ നടുവേദനയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ, പക്ഷെ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻസ് ഉണ്ടായി മറ്റെന്തെങ്കിലും ഒരു രോഗം കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന, അതായത് ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പകർന്ന് കിട്ടുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അതിൽ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും വരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്തൊക്കെയായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങള്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ജനറൽ ആയിട്ടൊന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചാപ്റ്ററിലേക്ക് പോവാട്ടോ. അപ്പൊ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കോൾഡ് വരാറുണ്ട്. ഓക്കെ, പിന്നെന്താ, ഫീവർ വരാറുണ്ട്, കോൾഡ് വരാറുണ്ട്. പിന്നെ എന്തൊക്കെ വരും? എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ നമ്മളിപ്പോ അഡ്മിറ്റ് ആയി ഫീവർ, അതുപോലെ തന്നെ എന്താ വരാ, മറ്റെന്തെങ്കിലും ഒക്കെ വരാറുണ്ടോ? വെരി ഗുഡ്, യൂറിനറി ഇൻഫെക്ഷൻ അല്ലെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാറുണ്ട്. കാരണം എന്താ, അവിടെ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റുകൾ ഒത്തിരി പേര് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അതുപോലെ ഒത്തിരി രോഗങ്ങളുണ്ട് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്. ന്യൂമോണിയ വരാനുള്ള ചാൻസ് ഉണ്ട്. വെരി ഗുഡ്, ന്യൂമോണിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എന്താണ് മറ്റു കാര്യങ്ങൾ, മറ്റ് പകർച്ചവ്യാധികളായിട്ടുള്ള എല്ലാം നമുക്ക് പകർന്നു വരാം അല്ലെ. അവിടെയുള്ള ഓൾറെഡി അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിൽ നിന്ന് വരാം, അല്ലെങ്കിൽ അത് മറ്റ് അവരുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിൽ നിന്ന് നമുക്ക് പകരാം. അങ്ങനെ ഒത്തിരി മീഡിയംസ് വഴി അല്ലെ നമ്മുടെ ബോഡിയിലേക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഷോർട്ട് ആയിട്ട് നമ്മൾ എന്താ പറയാ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ ഷോർട്ട് ഫോം എന്താ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? വെരി ഗുഡ്, HAI അല്ലെ. ഇപ്പൊ HAI ഏതാണെന്ന് ചോദിച്ചാലും നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ടത് എന്താണ്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നാണ് കേട്ടോ. അത് ചോദിക്കാറുണ്ട് കേട്ടോ. HAI ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് വൺ എന്താ, ഇൻട്രൊഡക്ഷൻ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. A hospital acquired infection is also known as a nosocomial infection. അപ്പൊ ഇതിനെ കുറച്ച് പേരുകൾ പറയുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ആ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ മറ്റൊരു പേരും കൂടി പറയുന്നു. എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് കൂടി പറയുന്നു. അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണെന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ തന്നെയാണ്. രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻസില്ല, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ചിലപ്പോ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിരിക്കില്ല ചോദിക്കുക. അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസ് എന്താണ്, അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് വരാവുന്ന പ്രധാനമായിട്ടുള്ള ഡിസീസസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് എന്ത് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പൊ അതിന്റെ മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്.
കിട്ടിയോ? The word nosocomial. ഇനി ആ nosocomial എന്ന് പറയുന്ന ആ ഒരു വേർഡ് is derived from the Latin word nosocomion, which means hospital. അപ്പൊ ആ വേർഡ് എന്ത് വേർഡാണ്? nosocomial എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത് ഉദ്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള നോസോകോമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കിയേ. എന്താണ് അതിന്റെ മീനിങ്? എന്താണ് പറയുന്നത് ഇവിടെ? മീനിങ് എന്താ? നോസോകോമിയൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? വിച്ച് മീൻസ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്നാണ് മീനിങ് കേട്ടോ. അപ്പൊ അതും ചോദിക്കാറുണ്ട്. നോസോകോമിയോൺ അല്ലെങ്കിൽ നോസോകോമിയൽ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണെന്ന് ചോദിക്കാറുണ്ട്. ഏത് ലാറ്റിൻ വേർഡാണ്? നോസോകോമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡാണ്. ഇനി അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് അതിന്റെ മീനിങ്? ഹോസ്പിറ്റൽ എന്നാണ് മീനിങ്. അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് വായിക്കാലോ നമുക്ക് അതിനെ, അല്ലെ? നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ, അങ്ങനെയാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പൊ രണ്ടു പേര് നമ്മൾ പഠിച്ചു ഇതിന്റെ. ഇനി നോക്കി, is an infection that is acquired in a hospital. അല്ലെ? അത് ഇൻഫെക്ഷൻ എങ്ങനെയൊക്കെ വരാം? ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പകരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഇൻഫെക്ഷൻ ആണ് എന്ത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓർ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അല്ലെ? ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമാണോ ലഭിക്കുക? എന്തിൽ നിന്നൊക്കെ ഈ ഒരു ഇൻഫെക്ഷൻ ലഭിക്കാം? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സാധനങ്ങളും, അല്ലെ? സേവനങ്ങളും, ക്ലിനിക്സ് പോലെയുള്ളവയുണ്ടാവാം. അതായത് നമ്മുടെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നൽകുന്ന സെന്റേഴ്സിൽ നിന്നും എന്ത് ചെയ്യാം? ഈ ഇൻഫെക്ഷൻസ് പകരാം. അതും എന്ത് തന്നെയാണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനിൽ വരുന്നതാണ്. അപ്പൊ എന്തൊക്കെ വരാം? അതില് എന്തൊക്കെയായിരിക്കും? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഏതൊക്കെ വരാം ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തൊക്കെ വരാം? ഹോസ്പിറ്റൽ അല്ലാതെ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചികിത്സ തേടുന്നതായിട്ടുള്ള സേവന കേന്ദ്രങ്ങൾ, അല്ലെ? അപ്പൊ പിന്നെ എന്തൊക്കെയാ വരാ? അതെ തന്നെ, ജനറൽ PHC പോലുള്ള ലാബുകള്. അതുപോലെ എന്താണ്? നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ലാബുകളിൽ പോയി ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ നിന്ന് നമുക്ക് പകരാം, അല്ലെ? അപ്പൊ അതുപോലെ എന്താ? പിന്നെ എന്തൊക്കെയാ? ക്ലിനിക്സ്, അല്ലെ? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ ഉണ്ട്, അവിടെ നിന്ന് പകരാം. പിന്നെ എന്താ? നഴ്സിംഗ് ഹോമുകൾ. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ മാത്രമല്ല എല്ലാ ഹെൽത്ത് കെയർ വെരി ഗുഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്ന് പകരാം. അപ്പൊ അങ്ങനെ നമ്മുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും നൽകുന്ന കേന്ദ്രങ്ങള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ഇൻഫെക്ഷൻസ് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷനെ മറ്റൊരു പേര് കൂടി അറിയപ്പെടുന്നു. എന്താണ്? ഇസ് ഓൾസോ കോൾഡ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അപ്പൊ 3 പേരുകളാണ് നമ്മൾ ഇതിന്റെ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു ആ 3 പേരുകള്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് എന്ത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞ പേര് ഏതാ? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇത് 3ഉം സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസില് എല്ലാം മാറി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക. ഒരു ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് അത് മാറിപ്പോവില്ല. അപ്പൊ അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ കേൾക്കാത്ത വേർഡാണല്ലോ എന്ന് കരുതി മാറ്റിവെക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താണ് ഇതിന്റെ 3ന്റെയും അർത്ഥം? അല്ലെങ്കിൽ 3ഉം സെയിം തന്നെയാണ്. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, രണ്ടാമതായിട്ട് മറ്റൊരു പേര് പറഞ്ഞതേതാ? നോസോകോമിയൽ ഇൻഫെക്ഷൻ, മൂന്നാമതായിട്ട് മറ്റൊരു പേര് പറഞ്ഞതേതാ? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. കാരണം എന്താ? ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട എല്ലാ ഫെസിലിറ്റീസിൽ നിന്നും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഒക്കെ അക്വയർ ചെയ്യുന്നുണ്ട് ഇൻഫെക്ഷൻസിനെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ എന്താണ്? 3 പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. കിട്ടിയോ? 3 പേരുകൾ കിട്ടിയോ? Okay, next, such an infection may be acquired in hospitals. അല്ലെ? ഇൻഫെക്ഷൻസ് എങ്ങനെയൊക്കെ വരാം? ഹോസ്പിറ്റലിൽ നിന്ന്
ലഭ്യമാക്കും അല്ലെ, ലഭിക്കും നമുക്ക്. അതുപോലെ തന്നെ ഏതാ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് അല്ലെ, പുനരധിവാസ കേന്ദ്രങ്ങള്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്ന് ലഭിക്കാം. അല്ലാന്നുണ്ടെങ്കിലോ നഴ്സിംഗ് ഹോമുകളിൽ നിന്ന് ലഭിക്കാം. ദെൻ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്ന് കിട്ടാം. ദെൻ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറീസ് അല്ലെ, നമ്മുടെ ലബോറട്ടറിയിലൊക്കെ ലാബുകളിൽ പോയി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യലോ, അപ്പൊ അവിടെ നിന്നും ചിലപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് കിട്ടിയെന്ന് വരാം. ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്, മറ്റ് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലിനിക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നും നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കിട്ടാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, the infection is spread to the affected patient in the clinical settings by many means അല്ലെ. ഒരു ഇൻഫെക്ഷൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പല വിധത്തിൽ കിട്ടാം അല്ലെ, പല വഴികളുണ്ട്. ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒരു ഇൻഫെക്ഷൻസ് അഫക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അവരിലേക്ക് പകരുന്നുണ്ട് എന്നുള്ളതില് എന്താണ് പല ക്ലിനിക്കൽ സെറ്റിംഗ്സ് അല്ലെങ്കിൽ പല ക്ലിനിക്കൽ കണ്ടീഷൻസ് വഴി പല വിധത്തില് നമുക്ക് വരാം അല്ലെ. ഒരേ എല്ലാവർക്കും സെയിം ആയിട്ടുള്ള രീതിയിൽ അത് പകർന്നു കിട്ടണമെന്നില്ല. പല വഴികളിലൂടെ നമുക്കത് നമ്മുടെ ബോഡിയിലേക്ക് അഫക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് നമ്മളിലേക്ക് പകർന്ന് ലഭിക്കാനായിട്ടുള്ള ചാൻസുകൾ പല വഴിയാണ് അല്ലെ, പല വിധത്തിലാണ്. Then healthcare staff also spread infections അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് വരാലോ. ആരിൽ നിന്നൊക്കെ വരാം? എന്തൊക്കെയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള മീൻസ്? എന്തൊക്കെയാ, എങ്ങനെയൊക്കെ വരാം? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ അത് എന്തൊക്കെ വഴി വരാം? നമുക്ക് എങ്ങനെയൊക്കെ വരാം? എങ്ങനെയാ അത് പകരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ വേഗം. സ്റ്റാഫുകളിൽ നിന്ന് വരാം. പിന്നെയോ, പിന്നെ എന്തൊക്കെയാ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. മറ്റ് പേഷ്യൻസിൽ നിന്ന് വരാം. വെരി ഗുഡ്. മറ്റ് പേഷ്യൻസിൽ നിന്ന് വരാം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് വരാം. വെരി ഗുഡ്. ബെഡ് ലിനൻ അല്ലെ, അതായത് നമ്മൾ ഒട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ് അല്ലെ. നമ്മുടെ ആ തുണിത്തരങ്ങളിൽ നിന്ന് അല്ലെ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത്, നമ്മളിപ്പോ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞത് അവിടെ വെക്കലേ വേണ്ടത്. അതിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഇതിലോട്ടൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ആലോചിച്ച് തന്നെ കുറെ ആൻസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകളിൽ നിന്ന് ഇൻഫെക്ഷൻസ് പകരുന്നുണ്ട് അല്ലെ. അവരങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം എന്താ, ഒരു പേഷ്യൻസിനെ അല്ല അവർ പരിശീലനം നൽകുന്നത്, ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവരുമായി സമ്പർക്കത്തിൽ വരുമ്പോ അവരെന്ത് ചെയ്യുക, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് അവര് വഴി പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. രണ്ടാമതായി പറഞ്ഞ എന്താ, ബിസൈഡ്സ് കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്. ഇനി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ, മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോ അതിന് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബെഡ് ലിനൻസ് അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങള്, അതുമായി ബന്ധപ്പെട്ട് അവ വഴി എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. ഓർ എയർ ഡ്രോപ്ലെറ്റ്സ് എന്നാണ് കേട്ടോ അവിടെ. AU എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എയർ എന്നാണ് കേട്ടോ. അതൊന്ന് തിരുത്തിയേക്കാം കേട്ടോ. എയർ ഡ്രോപ്ലെറ്റ്സ് എന്താണ്? എയർ ഡ്രോപ്ലെറ്റ്സ് വായു കണികകൾ അല്ലെ. അപ്പൊ വായുവിലൂടെ അല്ലെങ്കിൽ വായു കണികകളിലൂടെയും നമുക്ക് ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ പകരാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. Then it can also originate from the outside environment അല്ലെ. മറ്റൊരു കാര്യം എന്താണ്, ഹോസ്പിറ്റലിനകത്തല്ല എങ്കിൽ കൂടി പുറത്തുള്ള എൻവിയോൺമെന്റിൽ നിന്ന്, പുറത്തുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒറിജിനേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിലോ അനദർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ് അല്ലെ, മറ്റൊരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിൽ നിന്ന് നമ്മളിലേക്ക് പകരാം. അല്ലെങ്കിലോ സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ്, ഇനി അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് പകരാം പറ്റില്ലേ. പിന്നെ എന്താ, ഓർ ഇൻ സം കേസസ് ദ സോഴ്സ് ഓഫ് ദ ഇൻഫെക്ഷൻ cannot be ascertained. എന്താണ്, ഇനി ചില കേസുകളിൽ നമുക്ക് ഇതിന്റെ സോഴ്സ്, അതായത് ഈ ഒരു ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് ഇത് വന്നത് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഇത് പകർന്നത് എന്നുള്ള കാര്യം അസർട്ടൈൻ ചെയ്യുക അല്ലെങ്കിൽ തിട്ടപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അങ്ങനെയല്ലേ, എല്ലാ കേസുകളിലും നമുക്കിപ്പോ ഇന്നതിൽ നിന്ന് ഇന്ന ആളിലേക്ക് പകർന്നു അല്ലെങ്കിൽ ഇന്നത് വഴി പകർന്നു എന്ന് നമുക്ക് എല്ലാ കേസുകളിലും പറയാൻ പറ്റില്ല. ചില കേസുകൾ
കേസുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള അതിന്റെ ഉത്ഭവം, ആ ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് പകർന്ന് കിട്ടിയത് എന്നുള്ള ആ ഒരു സോഴ്സ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അസർട്ടൈൻ ചെയ്യാൻ പറ്റില്ല, തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല. In certain cases, the microorganisms emerges from the patient's own skin, becoming opportunistic after surgery. എന്താണ്, ഇനി ചില കേസുകളിൽ നമ്മുടെ ബോഡിയിലുള്ള, അതായത് പേഷ്യൻസിന്റെ സ്വന്തം സ്കിന്നിലുള്ള മൈക്രോ ഓർഗാനിസംസ്, അങ്ങനെയുള്ള ഓർഗാനിസംസ് അവരെന്ത് ചെയ്യും, എമർജസ്, അത് എന്ത് ചെയ്യുന്നു, അവർ ഉയർന്നു വരുന്നു അല്ലെങ്കിൽ അത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ബിക്കമിങ് ഓപ്പർച്യൂണിസ്റ്റിക്. എന്താണ് ഓപ്പർച്യൂണിസ്റ്റിക് എന്നുള്ള വേർഡിന്റെ അർത്ഥം? ഓപ്പർച്യൂണിസ്റ്റിക് എന്താണ്? ഓപ്പർച്യൂണിസ്റ്റിക് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താ, മീനിങ് എന്താ? ഓപ്പർച്യൂണിസ്റ്റിക് അവസരവാദി, അല്ലെ? അപ്പൊ ഇവിടെയും ആരാണ് ഇവിടത്തെ അവസരവാദി എന്ന് പറയുന്നത്? ആരാണ്? ഇവിടുത്തെ അവസരവാദി ആരാണ്? മൈക്രോബ്സ് ആണ്, അല്ലെ? വെരി ഗുഡ്. മൈക്രോബിയൽ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ആണ്. അതായത് ആ പേഷ്യന്റിന്റെ സ്വന്തം ബോഡിയിൽ അവരുടെ ആ സ്വന്തമായിട്ടുള്ള സ്കിന്നിലുള്ള മൈക്രോ ഓർഗാനിസംസ് സർജറീസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഓപ്പർച്യൂണിസ്റ്റിക് ആവുന്നു, അതായത് അവസരവാദികളാവുന്നു. എങ്ങനെയാണ് അവർ അവസരവാദികളാവുന്നത്? അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കിട്ടുന്ന സമയത്ത്, അല്ലെ? അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഇപ്പൊ നമ്മളാണെങ്കിലും എങ്ങനെയാണ്, നമുക്കൊരു അവസരം കിട്ടുമ്പോഴല്ലേ നമ്മൾ അവിടെ അവസരവാദികളാവുന്നത്. നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ് തെളിയിക്കാനായിട്ട് ഒരു സന്ദർഭം അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടണം, വേണ്ടേ? അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ എന്താ, സർജറീസിനൊക്കെ ശേഷം അവർ ആ പേഷ്യന്റിന്റെ ബോഡിയിലുള്ള അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സ്കിന്നിലുള്ള സ്വന്തമായിട്ടുള്ള മൈക്രോബ്സ് എന്ത് ചെയ്യും, അവരിങ്ങനെ എന്ത് ചെയ്യും, പതുങ്ങിയിരിക്കും. അപ്പൊ അവർക്ക് ആ സർജറീസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു എൻവയോൺമെന്റ് എപ്പോ കിട്ടുന്നോ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, അവസരവാദികളാവും. അവരെന്ത് ചെയ്യും, അവരുടെ ആ ഒരു കഴിവ് പുറത്തെടുക്കും. അപ്പൊ എന്ത് പറ്റും, അതുവഴിയും അവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് അവർക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കിട്ടുന്നത് വഴിയാണ് അവർ ഓപ്പർച്യൂണിസ്റ്റിക് ആവുന്നത്. അപ്പൊ അങ്ങനെയും ഇവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. Nosocomial infection shows a tendency to lack proof that it was present when the patient got into the healthcare setting, thus meaning it was acquired post admission. ഈ nosocomial infection അത് ഷോസ് എ ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ്, അല്ലെ? അവിടെ ഒരു തെളിവൊന്നുമില്ല. ഇങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമുക്കത് തെളിയിക്കാനായിട്ടുള്ള ഒരു മാർഗമില്ല, അല്ലെ? ഇപ്പൊ ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിംഗിലേക്ക് വന്നു. ആ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇവർക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം. അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാനായിട്ട് ഇപ്പൊ നമ്മളൊരു രോഗവുമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് പറ്റുമോ? പെട്ടെന്ന് തന്നെ ഇല്ല, അല്ലെ? അതേസമയം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാണ് നമുക്കത് പ്രകടമാവുന്നതെങ്കിൽ എല്ലാവരും ഓൾറെഡി വിചാരിക്കുന്നത് എങ്ങനെയായിരിക്കും, അത് ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്നതാണെന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് ഒരു പ്രത്യേകത എന്താണ്, അവിടെ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അതായത് ആ വരുന്ന പേഷ്യന്റിന് എന്തെങ്കിലും മുൻപ് ഓൾറെഡി അവർ വരുന്ന സമയത്ത് തന്നെ ഈ ഇൻഫെക്ഷൻസ് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ബോഡിയിലുള്ളിൽ ആ ഇൻഫെക്ഷൻസിന്റെ ആ ഒരു ഇത് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അത് മുൻപ് ഉണ്ടായിരുന്നതാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നതിന് മുൻപ് ഓൾറെഡി അവർക്ക് ഉണ്ടായിരുന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് പ്രകടമായിട്ടുള്ള സിംറ്റംസും കാര്യങ്ങളും കാണുന്നത്. ഓട്ടോമാറ്റിക്കലി അത് എന്തിലോട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെടും, നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്ത ഇൻഫെക്ഷൻ ആണെന്ന് എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണ്, ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ്, അല്ലെ? അവിടെ തെളിയിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ് വന്ന സമയത്ത് അവർക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു, എല്ലാവരും എങ്ങനെയാണ് അത് ചിന്തിക്കുക, പോസ്റ്റ് അഡ്മിഷൻ, അതായത് അഡ്മിഷൻ എടുത്തതിന് ശേഷം വന്നിരിക്കുന്ന അല്ലെങ്കിൽ അക്വയർ ചെയ്തിരിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണെന്നുള്ള രീതിയിൽ അത് എന്ത് ചെയ്യുന്നു, മാറുന്നു.
എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ ഇൻട്രൊഡക്ഷനില്? ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നു. 3 പേരുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ഈ ഇൻഫെക്ഷൻസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ഹോസ്പിറ്റൽസിൽ നിന്ന് വരാം, അല്ലെ? അല്ലാന്നുണ്ടെങ്കിലോ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ പോയാലും നമുക്ക് അതുവഴി വരാം, അവിടെ നിന്ന് നമുക്ക് ലഭിക്കാം. അതുപോലെ നഴ്സിംഗ് ഹോമുകള്, പിന്നെ എന്താ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ പോലെയുള്ള, അതുപോലെ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറീസ് പോലെയുള്ള എല്ലാ ക്ലിനിക്കൽ സെറ്റിംഗ്സുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാം. അതെല്ലാം എന്തിൽ വരുന്നതാണ്? ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻസിൽ വരുന്നതാണ്. അതുപോലെ ഈ ഇൻഫെക്ഷൻസ് എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യാം? പേഷ്യൻസ്, അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന അവിടെ മറ്റു പേഷ്യൻസ്, അവരുമായി ബന്ധപ്പെട്ട് വരുന്ന അവിടെ ഓൾറെഡി അഡ്മിറ്റ് ആയിരിക്കുന്ന മറ്റു പേഷ്യൻസിൽ നിന്ന് വരാം, അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്ന് വരാം, അല്ലെ? സ്റ്റാഫുകൾ ഓൾറെഡി ആ സ്റ്റാഫുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാം. അല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫുകൾക്ക് ഓൾറെഡി ഇൻഫെക്ഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻസ് അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുത്തി മറ്റുള്ളവർക്കും സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എന്തൊക്കെയാ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, അല്ലെ? അതുപോലെ ബെഡ് ലിനൻസ്, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങള്, അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് വരാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ എന്താ? എയർ ഡ്രോപ്ലെറ്റ്സ്, അല്ലെ? വായുകണികകളിലൂടെയും നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില കേസുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാവില്ല, അല്ലെ? കാരണം എന്താ? ഇൻഫെക്ഷൻസ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തെളിയിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ഇതിന്റെ സോഴ്സ് ചിട്ടപ്പെടുത്താനായിട്ട് ചില കേസുകളിൽ നമുക്ക് സാധിക്കാറില്ല. അതുപോലെ തന്നെ എന്താ? ഓൾറെഡി പേഷ്യൻസിന്റെ ബോഡിയിലുള്ള മൈക്രോബ്സ് എന്ത് ചെയ്യുന്നു? അവര് എമേർജ് ചെയ്യുന്നു. അതെങ്ങനെയാ? ഓപ്പർച്യൂണിസ്റ്റിക് ആകും. അതായത് സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെയാവും? ഓപ്പർച്യൂണിസ്റ്റിക് ആവും. അവസരവാദികളായിട്ട് അവരെ എന്ത് ചെയ്യും? അവരുടെ ആ ഒരു കഴിവ് പുറത്തെടുത്തുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ഇൻഫെക്ഷൻസ് അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് ആ ഒരു സർജറി സൈറ്റ്സ് പോലെയുള്ള ഭാഗത്തൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് വഴിയും നമുക്ക് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരും. പിന്നെ എന്താ പറഞ്ഞത്? ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കാനായിട്ട് നമുക്ക് എന്ത് പറ്റില്ല? ലാബ് പ്രൂഫ് ആണ്, അല്ലെ? തെളിയിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് എന്തിലേക്ക് പോകും? കാറ്റഗറൈസ് ചെയ്യപ്പെടും. പോസ്റ്റ് അഡ്മിഷൻ, എന്താണ്? അഡ്മിഷൻ എടുത്തതിന് ശേഷം വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ ആണെന്നുള്ള രീതിയിലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആയോ? ഇതിൽ ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇനി ഇതില് സിംറ്റംസ് മാത്രമല്ല, എങ്ങനെയാണ് ഇൻഫെക്ഷൻസ് അറൈസ് ചെയ്യുന്നത്, അതുപോലെ കോമൺ ടൈപ്സ് ഓഫ് HIs ഏതൊക്കെയാണ്, അതുപോലെ കുറച്ച് സിംറ്റംസും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കി, ഫസ്റ്റ് വൺ ഫോർ HAI. എന്താണ് HAI? HAI എന്താണ് HAI? HAI എന്താണ്? ഒന്ന് മെസ്സേജ് അയച്ച്. എന്താണ് HAI? ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. ഓക്കെ, അത് മാറിപ്പോരുത് കേട്ടോ. ഫോർ HAI the infection must arise. ഇനി എങ്ങനെയൊക്കെയാ ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഇൻഫെക്ഷൻസ് അറൈസ് ചെയ്യലിൽ ഉയർന്നു വരുന്നത് എങ്ങനെയാണെന്നാണ്. നോക്കി, ഫസ്റ്റ് വൺ, അപ് ടു 48 hours after hospital admission. എന്താണ്? ഹോസ്പിറ്റലിൽ അഡ്മിഷൻ അല്ലെങ്കിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം 48 മണിക്കൂർ വരെ 48 മണിക്കൂർ വരെ എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിൽ നിന്നും ഇങ്ങനെയുള്ള HAs അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് അറൈസ് ചെയ്യാം, അല്ലെങ്കിൽ അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എന്താ? അപ് ടു 3 days after discharge. എന്താണ് പറയുന്നത്? ഡിസ്ചാർജിന് ശേഷം എത്ര ദിവസമാണ്? 3 ദിവസം വരെ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. Then in a healthcare facility, when someone was admitted for reasons except for the infection. ഇനി എന്താണ് മൂന്നാമതായിട്ട് പറയുന്നത്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അത് ഹോസ്പിറ്റൽ ആവാം, ക്ലിനിക്സ് ആവാം. അപ്പൊ അവിടെ എന്താണ്? ഏതെങ്കിലും ഒരാളെ അഡ്മിറ്റ് ആക്കുന്നു. എങ്ങനെയാണ്? ഫോർ ദ റീസൺ എക്സെപ്റ്റ് ഫോർ ദ ഇൻഫെക്ഷൻ. ആ ഇൻഫെക്ഷൻ അല്ലാത്ത മറ്റെന്തെങ്കിലും കാരണത്താല് ഒരു പേഷ്യന്റിനെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റു ക്ലിനിക്കുകൾ പോലെയുള്ള എവിടെയെങ്കിലും റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്
മനസ്സിലാവും. അങ്ങനെ എവിടെയെങ്കിലും ആവട്ടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുള്ള ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പേഷ്യന്റിനെ ഈ ഇൻഫെക്ഷൻ അല്ലാത്ത മറ്റെന്തെങ്കിലും കാരണത്താല് അഡ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അവർക്ക് ഒരു ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും വിളിക്കാം, ആ ഒരു ഇൻഫെക്ഷൻ അല്ലാത്ത മറ്റെന്തെങ്കിലും കാരണത്താലായിരിക്കുമല്ലോ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെ മറ്റെന്തെങ്കിലും കാരണത്താല് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാണിക്കുകയാണെങ്കിൽ, ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട സിംറ്റംസോ കാര്യങ്ങളോ ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുറപ്പിക്കാം, എന്ത് ഇൻഫെക്ഷൻ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണെന്ന് ഉറപ്പിക്കാം അല്ലെ. അപ്പൊ 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്, ഹോസ്പിറ്റലില് എന്താണ് അഡ്മിഷൻ എടുത്തതിന് ശേഷം 48 മണിക്കൂർ വരെ, അത്രയും സമയത്തിനുള്ളിൽ 48 മണിക്കൂർ വരെ എന്ന് പറയുന്നത് എത്ര ദിവസമാവും? അപ്പൊ 48 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര ദിവസമാവും? 2 days അല്ലെ, 2 days ആവും. അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എന്താണ് 2 ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂർ വരെ അതിനുള്ളിൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എവിടെ നിന്ന് ഉത്ഭവിച്ചതാണ്? ഹോസ്പിറ്റലിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിലോ ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം അവര് അഡ്മിറ്റ് ചെയ്തു, അവരുടെ ആ ഒരു പ്രൊസീജിയർ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അവർ ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം 3 ദിവസം വരെ അതിനുള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് പറയാം? ഹോസ്പിറ്റലിൽ നിന്നും ഉത്ഭവിച്ചതാണ്, അല്ലെങ്കിൽ അത് HAI ആണെന്ന് പറയാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് അവരുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഈ ഇൻഫെക്ഷൻ അല്ലാത്ത മറ്റെന്തെങ്കിലും രോഗകാരണവുമായിട്ട് അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അതും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? HAIയിൽ ഉൾപ്പെടുന്നുണ്ട്. 3 മനസ്സിലായോ? HAIയിൽ വരുന്ന ഇൻഫെക്ഷൻസിൽ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. 3 സിറ്റുവേഷൻസിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ HAI അറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത്. 3 ക്ലിയർ ആയോ? ഫസ്റ്റ് പറഞ്ഞത് ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദ കോമൺ ടൈപ്സ് ഓഫ് HAIs ആർ. ഇനി കോമൺ ടൈപ്പ് ആയിട്ടുള്ള HAIs ഏതൊക്കെയാണ്? കോമൺ ടൈപ്പ് ഏതൊക്കെയാണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെ, UTIs നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓരോ പോയിന്റ്സിന്റെ ജസ്റ്റ് പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് എന്താണെന്ന് ജസ്റ്റ് എഴുതി വെച്ചോ കേട്ടോ. ഒന്ന് നോട്ട് എടുത്തേ, എല്ലാവരും ഒന്ന് നോട്ട് എടുത്തേ. ഓക്കെ, ഫസ്റ്റ് ഹെഡിങ് ഫസ്റ്റ് വൺ എഴുതിട്ടോ, urinary tract infections. Urinary tract infections അല്ലെങ്കിൽ അതിനെന്താ UTIs എന്ന് പറയും. UTIs എന്ന് പറയാം കേട്ടോ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. അപ്പൊ അതും ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് UTIs എന്ന് പറയുന്നത്? UTIs എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ അതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്താണ്? എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? മൂത്രനാളിയിലെ അണുബാധ അല്ലെ. മലയാളം വേണമെന്നുണ്ടോ ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. മൂത്രനാളിയിലെ അണുബാധ. ഓക്കെ, അപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താണെന്ന് എഴുതി വെച്ചു. An infection in any part of the urinary system. An infection in any part of the urinary system. An infection in any part of the urinary system. An infection in any part of the urinary system, the kidneys. എന്തൊക്കെയാണ് യൂറിനറി സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും വരുന്നത്? The kidneys, bladder, urinary bladder. Kidneys, bladder or urethra. ഇപ്പൊ UTIs എന്താണെന്ന് പറഞ്ഞേ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെ, മൂത്രനാളിയിലെ അണുബാധ. An infection in any part of the urinary system, the kidneys, bladder or urethra. കിട്ടിയോ?
ഓക്കെ, ഒന്നുകൂടി പറയാം. An infection in any part of the urinary system. An infection in any part of the urinary system. The kidneys. ഇനി ആ യൂറിനറി സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്ന എന്തൊക്കെയാണെന്നാണ്? കിഡ്നീസ്, ബ്ലാഡർ ഓർ യുറീത്ര. യുറീത്രയുടെ സ്പെല്ലിംഗ് ആണോ ചോദിക്കുന്നത്? URETHRA. URETHRA. യുറീത്ര. കിട്ടിയോ? ഓക്കെ, അപ്പൊ എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? അത് മൂത്രനാളിയിലെ അണുബാധ അല്ലെ. അതായത് യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട നമ്മുടെ മൂത്രാശയം, അതുപോലെ കിഡ്നി, അങ്ങനെയുള്ള യൂറിനറി സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും അത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൂത്രാശയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഇല്ലേ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെയുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഇല്ലേ? കാരണം എന്താ? അവിടെ എന്താണ്, പബ്ലിക് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആയിരിക്കും അല്ലെ, പ്രൈവറ്റ് ടോയ്ലറ്റ്സ്. നമ്മുടെ വീടുകളിലെ പോലെ നമ്മൾ മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കില്ല. അവിടെ ഒത്തിരി പേഷ്യൻസ് അല്ലെങ്കിൽ ഒത്തിരി വിസിറ്റേഴ്സ് വരുന്ന അവരെല്ലാവരും ഉപയോഗിക്കുന്ന, പേഷ്യൻസ് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്സ് ആയിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മളും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതില് ഇൻഫെക്ഷൻസ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻസ് ആണ്. ഇവിടെ നിന്ന് വരുന്നതാണ്, ഹോസ്പിറ്റലിൽ നിന്ന് അപ്പിയർ ചെയ്ത് വരുന്ന ഒരു കോമൺ ഇൻഫെക്ഷൻ ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒന്നും ചോദിക്കാറില്ല, UTIs എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഏതാ പറയുന്നത്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാല്? എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? സർജറീസ് അല്ലെ, ശസ്ത്രക്രിയകൾക്ക് ശേഷമുള്ള അണുബാധ. അല്ലാതെ ആ സർജറി ചെയ്ത ആ ഒരു സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുണ്ടാവുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് എഴുതി വെച്ചോട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള അണുബാധ. An infection that occurs in the area, an infection that occurs in the area, an infection that occurs in the area of the body, an infection that occurs in the area of the body where surgery was performed. Area of the body where surgery was performed. Where surgery was performed. Surgical site infection എന്താണെന്ന് ഒന്നുകൂടി നോക്കിക്കോട്ടോ. An infection that occurs in the area of the body where surgery was performed. കിട്ടിയോ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് കിട്ടിയോ? ഓക്കെ, അപ്പൊ എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്? എവിടെയാണോ സർജറി ചെയ്തത് അല്ലെ, ആ ഒരു ഏരിയയിൽ വരുന്ന ഇൻഫെക്ഷൻ ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. അതായത് ആ സർജറി ചെയ്ത ആ ഒരു ഏരിയയിൽ എന്താണ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ സർജറിക്ക് ശേഷം ആ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. അത് ഉണ്ടാവാറില്ലേ? ഒന്നുകൂടി പറയണോ? ഓക്കെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശസ്ത്രക്രിയക്ക് ശേഷമുള്ള അണുബാധ. അതെന്താണെന്ന് നോട്ട് ചെയ്തോ. ഇൻഫെക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഏരിയ ഓഫ് ദി ബോഡി വേർ സർജറി വാസ് പെർഫോംഡ്. ഓക്കെ, അപ്പോ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കി. മൂന്നാമതായിട്ട് നോക്കണ എന്താ? ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. എന്താണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്? കേട്ടിട്ടുണ്ടോ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്? സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ, നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടതാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. അപ്പൊ ഒന്ന് എഴുതി വെച്ചോ, എന്താണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ആമാശയത്തിന്റെയും
കുടലിന്റെയും വീക്കമാണ്, അല്ലെങ്കിൽ അതിനെ സ്റ്റൊമക് ഫ്ലൂ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സ്റ്റൊമക് ഫ്ലൂ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് ആമാശയത്തിന്റെയും കുടലിന്റെയും ഒക്കെ ഒരു വീക്കമാണ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈസ് ഇൻഫ്ലമേഷൻ ഫ്രം ആൻ എന്താണെന്നാണ് എഴുതുന്നത്. ഈസ് ഇൻഫ്ലമേഷൻ ഫ്രം ആൻ ഈസ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്നുണ്ട് കേട്ടോ. അത് എല്ലാം പിന്നെയും എഴുതണ്ടെന്ന് വിചാരിച്ചാണ് പറയാത്തത്. ഈസ് ഇൻഫ്ലമേഷൻ ഫ്രം ആൻ inflammation from an is inflammation from an infection in your stomach. Inflammation from an infection in your stomach and intestines. In your stomach and intestines. Is inflammation from an infection in your stomach and intestines. Is inflammation from an infection in your stomach and intestines. കിട്ടിയോ? ഓക്കെ. അപ്പൊ ഇവിടെ എന്താ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ആമാശയം കുടലിനൊക്കെ ഉണ്ടാവുന്ന ഒരു വീക്കമാണ്. അതെന്ത് വഴി ഉണ്ടാവുന്നതാ? ഇൻഫെക്ഷൻസ് അല്ലെ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വഴി ഉണ്ടാവുന്ന വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വീക്കൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഉണ്ടാവുമ്പോൾ പ്രധാനമായിട്ടും അവർക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇങ്ങനെ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടുണ്ടാവുക നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ വരാം? എന്തൊക്കെ വരാം? നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സിംറ്റംസ് ദഹനം കുറയും അല്ലെ, പിന്നെന്താ വേദന ഉണ്ടാവാം, പിന്നെന്താ സ്റ്റൊമക് ഏക്ക് ഉണ്ടാവാം, അതുപോലെ എന്താ ഡയേറിയ അല്ലെ. ഡയേറിയ എന്ന് പറഞ്ഞാൽ എന്താ? വയറിളക്കം അല്ലെ, വയറിളക്കം അല്ലെങ്കിൽ ഡയേറിയ ഉണ്ടാവാം. വോമിറ്റിംഗ്, വെരി ഗുഡ്, വോമിറ്റിംഗ് അല്ലെങ്കിൽ ഛർദ്ദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നോസിയ അല്ലെ, ഓക്കാനം വരുന്ന പോലെ തോന്നുക, വോമിറ്റിംഗ് തോന്നുക, ഡയേറിയ, അതുപോലെ ഫീവർ അല്ലെ, പനി വരാം. പിന്നെ എന്താണ്? ക്രാംസ്. എന്താണ് ക്രാംസ് എന്ന് പറയുന്നത്? മലബന്ധം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സിംറ്റംസ് ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സിംറ്റംസ്, അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്ന സിംറ്റംസ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കി, മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതുമായി ബന്ധപ്പെട്ടതാണ് മെനിഞ്ചൈറ്റിസ്? മെനിഞ്ചൈറ്റിസ് എന്തുമായി ബന്ധപ്പെട്ട രോഗമാണ്? ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ശരീരത്തിലെ? മസ്തിഷ്കം. വെരി ഗുഡ്, മസ്തിഷ്കം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. മെനിഞ്ചൈറ്റിസ് ബ്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ മെനിഞ്ചൈറ്റിസ് എന്താണെന്ന് എഴുതി വെച്ചോ. മെനിഞ്ചൈറ്റിസിനെ മെനിഞ്ചൈറ്റിസ് തന്നെയാണോ അറിയപ്പെടുന്നത്? കേട്ടിട്ടില്ലേ മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ? അപ്പൊ എന്താണെന്ന് എഴുതി വെച്ചോ. ഈസ് ആൻ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ. ഈസ് ആൻ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ an infection and inflammation of the brain and spinal cord, of the brain and spinal cord. Is an infection and inflammation of the brain and spinal cord. Membranes. Brain and spinal cord membranes. Brain and spinal cord membranes. അപ്പൊ അത്രയും എഴുതിയാൽ മതി. എന്താണ് ഈ മെനിഞ്ചൈറ്റിസില്? മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? മെനിഞ്ചസ് കേട്ടിട്ടുണ്ടോ? മെനിഞ്ചസ് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ബ്രെയിനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? ബ്രെയിനിന്റെ മെംബ്രെയിൻ ആണ് അല്ലെ. ബ്രെയിനിന്റെ ആ ഒരു ചർമ്മം അല്ലെങ്കിൽ ബ്രെയിന്
പുറമെ എന്ത് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ലെയർ ആണ് അല്ലെ മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഒരു 3 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആണ്, മെംബ്രെയിൻ ആണ്. അത് എന്തിനെയൊക്കെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു മെംബ്രെയിനിൽ വരുന്ന ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷനുമാണ് എന്തെന്ന് പറയുന്നത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിനെയൊക്കെ സംരക്ഷിക്കുന്നതാണ്? ബ്രെയിനെയും സ്പൈനൽ കോഡിന്റെയും പുറമെ അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കവചം അല്ലെങ്കിൽ ആവരണമാണ് മെംബ്രെയിൻസ് എന്തെന്ന് പറയുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്ന മെംബ്രെയിൻ. ആ ഒരു മെംബ്രെയിനിൽ വരുന്ന ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷൻസും ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. കിട്ടിയോ മെനിഞ്ചൈറ്റിസ് എന്താണെന്നുള്ളത്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറയുന്ന അല്ലെ മെംബ്രെയിൻ. ആ ഒരു മെംബ്രെയിനിൽ വരുന്ന ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ആണ് എന്ത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. കിട്ടിയോ? നെക്സ്റ്റ് വൺ ഏതാ? ന്യൂമോണിയ. ന്യൂമോണിയ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? എന്തിന്റെയാണ് ന്യൂമോണിയ? ഏത് ഓർഗനുമായി ബന്ധപ്പെട്ട് വരുന്നതാ? ന്യൂമോണിയ കേട്ടിട്ടില്ലേ? ഏത് ഓർഗനുമായി ബന്ധപ്പെട്ട? ലങ്സ് ആണ് അല്ലെ? വെരി ഗുഡ്, ലങ്സ് ആണ്. അപ്പൊ ന്യൂമോണിയ എന്താണെന്ന് കൂടി ഒന്ന് എഴുതി വെച്ചോ. ന്യൂമോണിയ ഹെഡിങ് കൊടുത്തു കേട്ടോ. ന്യൂമോണിയ എന്താണെന്ന് ഒന്ന് എഴുതി വെച്ചോ. ഓക്കെ, ഈസ് ഇൻഫെക്ഷൻ ആൻഡ് ഫ്ലൂയിഡ്. ഇൻഫെക്ഷൻ ആൻഡ് ഫ്ലൂയിഡ് in your lungs. Is infection and fluid in your lungs. Is infection and fluid in your lungs. Is infection and fluids in your lungs caused by. Is infection and fluid in your lungs caused by a bacterial. Caused by a bacterial, viral. Caused by a bacterial, viral or fungal infection. Pneumonia is infection and fluid in your lungs caused by a bacterial, viral or fungal infection. Bacterial, viral or fungal infection. കിട്ടിയോ? ന്യൂമോണിയ കിട്ടിയോ? എന്താണെന്നുള്ളത്? എന്താണ്? ഒരു ഇൻഫെക്ഷൻ ആണ് അല്ലെ? അതായത് ഇൻഫെക്ഷൻസ് വന്ന് എന്ത് ചെയ്യുന്നു? ലങ്സില് ഫ്ലൂയിഡ് നിറയുന്ന അല്ലെങ്കിൽ പസ് നിറയുന്ന ഒരു അവസ്ഥയാണ്. ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ പസ്സൊക്കെ നിറയുന്ന ഒരു അവസ്ഥയാണ് എന്ത് ന്യൂമോണിയ എന്ന് പറയുന്നത് ലങ്സിൽ. അപ്പൊ അവിടെ എന്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ്? ഒന്നില്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, വൈറൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വഴിയാവാം. ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വഴി ലങ്സിൽ എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ്സ് നിറഞ്ഞ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോ ആ ന്യൂമോണിയയും ഒരു കോമൺ ടൈപ്പ് ഓഫ് HIV വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HIVs? ഏതൊക്കെയായിരുന്നു? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെ? അല്ലെങ്കിൽ യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താണ്? ആ സർജറിക്ക് ശേഷമുള്ള അണുബാധ അല്ലെ? അപ്പൊ സർജറി ചെയ്ത ഏരിയ എവിടെയാണ് അവിടെ വരുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത് വയറുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? നമ്മുടെ ആമാശയവും കുടലിലും ഉണ്ടാകുന്ന വീക്കതയാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന മെംബ്രെയിനിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ്, ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ വഴിയോ അല്ലെങ്കിൽ വൈറസ് വഴിയോ അല്ലെങ്കിൽ ഫംഗൽ വഴിയോ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യുന്നു? ലങ്സിൽ എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡുകൾ കെട്ടി നിൽക്കാൻ, ഫ്ലൂയിഡ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവുന്നതിനെയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ കോമൺ ടൈപ്സ് ഓഫ് HIVs മനസ്സിലായോ? ഓക്കെ,
നെക്സ്റ്റ് നോക്കി the symptoms for these infections may consist of. ഇനി ഇതിന്റെയൊക്കെ സിംറ്റംസ് അല്ലെ, ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കി. എന്തൊക്കെയാണ്? ഡിസ്ചാർജ് ഫ്രം എ വൗണ്ട് അല്ലെ. ഫസ്റ്റ് സിംറ്റം നോക്കി, വളരെ എളുപ്പമാണ് കേട്ടോ. ഡിസ്ചാർജ് ഫ്രം എ വൗണ്ട് അല്ലെ. അതായത് എന്തെങ്കിലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജുകൾ. എന്താണ് ഡിസ്ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? പോച്ചാലോ അല്ലെങ്കിൽ പഴുപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയാണ് ഡിസ്ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വന്നാൽ എന്ത് ചെയ്യും? ഈ മുറിവ് ഉണങ്ങില്ല അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിൽ കയ്യിലോ കാലൊക്കെ ഇപ്പൊ ഒരു ഓപ്പറേഷൻസ് സർജറീസ് ഒക്കെ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ബോഡിയിൽ മുറിവ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ മുറിവ് ഉണങ്ങുന്നത് എങ്ങനെയാണ്? ഉണങ്ങുകയാണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഉണങ്ങാതെ വന്ന് അവിടെ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചലോ പഴുപ്പുകളോ എന്തെങ്കിലും ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ അതെന്തിന്റെ സിംറ്റം ആണ്? ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതിന്റെ സിംറ്റം ആണ്. കിട്ടിയോ? ഡിസ്ചാർജ് ഫ്രം എ വൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് മുറിവുകളിൽ നിന്നുള്ള ഡിസ്ചാർജുകൾ അല്ലെങ്കിൽ മുറിവുകളിൽ നിന്നുള്ള എന്താണ്? ചലോ പഴുപ്പുകൾ പോലെയുള്ള ഡിസ്ചാർജുകളെയാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊരു സിംറ്റം ആണ്. രണ്ടാമത്തെ എന്താ? ഫീവർ അല്ലെ. ഇൻഫെക്ഷൻസ് വന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു സിംറ്റം ആണ് ഇതെന്ന് പറയുന്നത് ഫീവർ അല്ലെ. നമുക്ക് പനി വരാം. മൂന്നാമത്തെ പറഞ്ഞ എന്താ? കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ അല്ലെ. ചുമ വരാം. ഇൻഫെക്ഷൻസ് വരാണെന്നുണ്ടെങ്കിൽ ലങ്സുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു ഇൻഫെക്ഷന്റെ ആ ഒരു സിംറ്റം എന്താണ് ആദ്യം കാണിക്കുക? ചുമ വരാം അല്ലെ. കഫിങ് അല്ലെങ്കിൽ കഫ് വരാം അല്ലെങ്കിൽ ചുമ വരാം. അതുപോലെ ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. എന്താണ് സഫോക്കേഷൻ? ശ്വാസം എടുക്കുക അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ തോന്നുക അല്ലെ. ശ്വാസ തടസ്സം അല്ലെങ്കിൽ ശ്വാസം മുട്ടുക അല്ലെങ്കിൽ ആ ഒരു എന്താണ്? സഫോക്കേഷൻ അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക. ദെൻ ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. എന്താണ്? യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ബേണിംഗ് സെൻസേഷൻ. എന്താണ്? പുകച്ചില് പോലെയുള്ള അല്ലെങ്കിൽ പൊള്ളല് പോലെ അല്ലെങ്കിൽ പുകച്ചില് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, മൂത്രം ഒഴിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. അതൊക്കെ എന്തിന്റെ സിംറ്റം ആയിട്ട് പറയാം? ഇൻഫെക്ഷൻസ് സിംറ്റം ആയിട്ട് പറയാം അല്ലെ. ഇത് പ്രധാനമായിട്ടും UTIയിലാണ് കൂടുതലായിട്ടും കാണുന്നത് അല്ലെ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വന്നവരിലാണെങ്കിൽ ഏറ്റവും ആദ്യം കാണുന്ന സിംറ്റം ഇതായിരിക്കും. അവർക്ക് ഫീവർ വരാം. അതുപോലെ തന്നെ ഇങ്ങനെ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ എന്താ? പുകച്ചില് പോലെ അനുഭവപ്പെടാം അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം. പിന്നെ എന്താ? ഹെഡ് ഏക്ക് അല്ലെ. തലവേദന നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നോസിയ, വോമിറ്റിംഗ്, ഡയറിയ. എന്താണ്? വയറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഉറപ്പായിട്ടും എന്തൊക്കെ ഉണ്ടാവും? നോസിയ എന്ന് പറയുന്നത് ഓക്കാനം, വോമിറ്റിംഗ് ഛർദി, അതുപോലെ ഡയറി എന്താ? വയറിളക്കം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഡിസ്ചാർജ് ഫ്രം എ വൗണ്ട് അല്ലെ. മുറിവുകളിൽ നിന്നുള്ള ഡിസ്ചാർജുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഇൻഫെക്ഷൻസ് ആയിട്ട് പറയാം. ദെൻ ഫീവറുകൾ ഉണ്ടാവുന്നുണ്ട്. ദെൻ ചുമ അല്ലെ. കഫ് ഉണ്ടാവുന്നുണ്ട്. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ദെൻ ബേണിംഗ് വിത്ത് യൂറിനേഷൻ, യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പുകച്ചിൽ അനുഭവപ്പെടുന്നതോ അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, യൂറിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ദെൻ ഹെഡ് ഏക്ക്, തലവേദന, അതുപോലെ നോസിയ, ഓക്കാനം ഉണ്ടാവാം. ദെൻ വോമിറ്റിംഗ്, ഛർദി ഉണ്ടാവാം. ദെൻ ഡയറിയ അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണുകയാണെങ്കിൽ അതെന്താണ്? ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള സിംറ്റംസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ, പീപ്പിൾ ഹു എക്സ്പീരിയൻസ് ന്യൂ സിംറ്റംസ് ഇൻ ദ കോഴ്സ് അല്ലെ. ഇപ്പൊ അവിടെ ഒരു പേഷ്യന്റ് അവർക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷനും അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടല്ലാതെ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് ഇങ്ങനെയുള്ള പുതിയ സിംറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സിംറ്റംസ് അനുഭവപ്പെടുകയാണെങ്കിൽ ഓൾസോ എക്സ്പീരിയൻസ് പെയിൻ. ചിലവർക്ക് എങ്ങനെ ചെയ്യാം? അവർക്ക് കുറച്ച് ഇൻഫെക്ഷൻസ് എന്ന് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി എന്താ? ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ പെയിനോ ഒക്കെ ആ ഒരു ഇൻഫെക്ഷൻഡ് ആയിട്ടുള്ള സൈറ്റില് കൂടുതൽ വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തോന്നാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പുതിയ സിംറ്റംസ് ഉണ്ടാവാം. അല്ലെങ്കിലോ മേ വിൽ എക്സ്പീരിയൻസ് നോട്ടീസബിൾ സിംറ്റംസ്, അല്ലെങ്കിലോ പ്രകടമായിട്ടുള്ള ഇങ്ങനെയുള്ള സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അപ്പോ അവരുടെ ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ അവരുടെ എന്ത് രോഗത്തിനാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അത് കൂടാതെ അവർക്ക് പുറമേ വരുന്ന എല്ലാ പുതിയ സിംറ്റംസ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം ഈ ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ടതായിരിക്കും പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പൊ ചിലപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ആയിട്ടുള്ള സൈറ്റുകളിൽ വേദനയോ അല്ലെങ്കിൽ ഇറിറ്റേഷൻസോ ഒക്കെ പുതിയതായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ചിലവരില്. അല്ലെങ്കിലോ അവർക്ക് പ്രകടമായിട്ടുള്ള മറ്റ്
സിംറ്റംസും അല്ലെങ്കിൽ മറ്റു ലക്ഷണങ്ങളും അവരിൽ കാണിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഇൻഫെക്ഷൻ, അതായത് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ലഭിക്കുന്ന ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട സിംറ്റംസ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പൊ സിംറ്റംസ് മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, നമുക്കൊന്ന് ആലോചിച്ച് കിട്ടാവുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കി, സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് എന്തൊക്കെ സോഴ്സുകളിൽ നിന്നാണ് നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ, എന്തൊക്കെ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരാം? എന്തൊക്കെ വരാം? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. എന്തൊക്കെ സോഴ്സുകളിൽ നിന്ന് വരാം? മറ്റ് പേഷ്യൻസിൽ നിന്ന് വരാം അല്ലെ. നമ്മുടെ വാട്ടർ, വെരി ഗുഡ്, വാട്ടറിൽ നിന്ന് വരാം, എയറിൽ നിന്ന് വരാം അല്ലെ. ഫുഡ് ആൻഡ് വാട്ടറിൽ നിന്ന് വരാം, എയറിൽ നിന്ന് വരാം. ബെഡ് ലിനൻ, അതായത് ബെഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് വരാം. പിന്നെ എന്താ, മറ്റ് പേഷ്യൻസ്, സ്റ്റാഫുകള്, അവിടെ വരുന്ന വിസിറ്റേഴ്സിൽ നിന്ന് വരാം അല്ലെ. അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലെ, മെഷീനറീസ്, ഉപകരണങ്ങള്, അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം സോഴ്സ് ആണ് അല്ലെ. ഇൻഫെക്ഷൻസ് നമ്മളിലേക്ക് ഫുഡിൽ നിന്ന് വരാം, വാട്ടറിൽ നിന്ന് വരാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ കുറെ സോഴ്സുകളിൽ നിന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അതാണ് ഇവിടെ സോഴ്സസിൽ പറയുന്നത് കേട്ടോ. നോക്കിയേ, എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ? ഒരു ഹോസ്പിറ്റലില് ഒരു രോഗിക്ക് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള സോഴ്സുകൾ അല്ലെങ്കിൽ അതിന്റെ ആ ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നോക്കി, അതർ പേഷ്യൻസ്. ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതർ പേഷ്യൻസ് അല്ലെ, മറ്റു പേഷ്യൻസ്, അതായത് ഈ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് മറ്റൊത്തിരി പേഷ്യൻസ് ഉണ്ടാവില്ല ഹോസ്പിറ്റലിൽ, ഒരാൾ മാത്രമല്ലല്ലോ. അപ്പൊ മറ്റു പേഷ്യൻസ്, അവർക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് രോഗം പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലേ. രണ്ടാമത്തത് എന്താ? വിസിറ്റേഴ്സ് അല്ലെ. ഒരു രോഗി ഒരാൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒത്തിരി പേര് സന്ദർശിക്കാൻ വരും അല്ലെ ഹോസ്പിറ്റലില്. അപ്പൊ വിസിറ്റേഴ്സ്, ആ വിസിറ്റേഴ്സിന് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ സന്ദർശിക്കാൻ വരുമ്പോ അല്ലെങ്കിൽ അവരിവരെ കാണാൻ വരുമ്പോ എന്ത് ചെയ്യാം? ആ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകരിൽ നിന്നും രോഗം പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താ? ഹോസ്പിറ്റൽ പേഴ്സൺസ് അല്ലെ. ഹോസ്പിറ്റല് പേഴ്സൺസ് പറഞ്ഞ ആരാണ്? ഹോസ്പിറ്റൽ പേഴ്സൺസ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാര്. അപ്പൊ അവരിൽ നിന്നും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കിയേ, സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ. സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട പ്രക്രിയ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ നടത്തുന്നത് വഴി അവിടെ എന്ത് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള നല്ല ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ അതുവഴിയും ആ ഒരു രോഗിയിലേക്ക് ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ എയർ അല്ലെ, വായുവിലൂടെ പകരാം. വാട്ടർ ഓർ ഫുഡ് അല്ലെ, ഫുഡ് കണ്ടാമിനേറ്റഡ് ഉള്ള ഫുഡും വാട്ടറിലൂടെയും രോഗിയിലേക്ക് എന്താ ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ PG's നോർമൽ ഫ്ലോറ. എന്താണ്? പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്നാണ് ഉദ്ദേശിക്കുന്നത്. PG's എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയിട്ട് എഴുതിയിരിക്കുന്നത് മാത്രം. അതായത് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും വരുന്നത് മൈക്രോ ഓർഗാനിസംസ്, അതായത് ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ട് വരുന്ന അവരുടെ ബോഡിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ എങ്ങനെയാണ് ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിൽ ഉണ്ടായിരിക്കും. അത് നമ്മുടെ എന്ത് ചെയ്യുന്നു? ഓപ്പർച്യൂണിസ്റ്റിക് ആവും ആ മൈക്രോ ഓർഗാനിസംസ് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതാണ് PG's നോർമൽ ഫ്ലോറ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അവരുടെ ബോഡിയിൽ സ്വന്തമായിട്ട് ഉണ്ടാവുന്ന ഓർഗാനിസംസ്, അവരുടെ സ്കിന്നിൽ സ്വന്തമായിട്ടുള്ള എന്താണ് മൈക്രോ ഓർഗാനിസംസ് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു സുറ്റബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ട് മാറുകയും അവരെന്ത് ചെയ്യും? ഉയർന്ന നിലയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങുന്നു. അതുവഴി അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഹോസ്പിറ്റൽ വഴി കിട്ടുന്നുണ്ട്. എന്താ? ഫോർമൈറ്റ് കണ്ടാമിനേഷൻ. എന്താണ് ഫോർമൈറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അതായത് ഒബ്ജക്ട്സുകളാണ് ഇവിടെ ഫോർമൈറ്റ് എന്നത്. ഫോർമൈറ്റ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫോർമൈറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ്. അതായത് ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ഫോർമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഒബ്ജക്ട്സുകൾ എന്തൊക്കെയായിരിക്കും? അതായത് ഇവിടെ വരുന്ന ഇപ്പൊ നമ്മൾ ഡോറുകൾ, ഹോസ്പിറ്റലിൽ ഡോറുകൾ ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആള് തൊട്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നമ്മൾ ചെന്ന് തൊടുമ്പോ എന്താണ്? നമുക്ക് ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഇല്ലേ. അപ്പൊ ഫോർമൈറ്റിൽ പ്രധാനമായിട്ടും വരുന്നത് ചില മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെഡ് ഷീറ്റുകൾ അല്ലെങ്കിൽ ബെഡ് ലിനൻസ്, അത് മറ്റൊരാളിൽ നിന്നും ഒരാളിലേക്ക് അത് ഇതിൽ ഉൾപ്പെടാൻ പറ്റും. അതുപോലെ ഡോർ ഹാൻഡിൽസ്, നമ്മൾ എന്തെങ്കിലും ഒരു ഡോറൊക്കെ തുറക്കണം എന്നുണ്ടെങ്കിൽ അത് ഒത്തിരി
പേര് പിടിച്ചതായിരിക്കും അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൂടി പിടിക്കുമ്പോൾ അത് നമ്മളിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ലൈറ്റിന്റെ സ്വിച്ചസ് ഒക്കെ ഇല്ലേ ഹോസ്പിറ്റലിൽ, അപ്പൊ നമ്മൾ ഫാൻ ഇടണമെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് ഇടണമെങ്കിലും ഒക്കെ ഒരു കോമൺ ആയിട്ടുള്ള സ്വിച്ചുകളായിരിക്കും. അപ്പൊ അത് നമ്മൾ തൊടുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോർമൈറ്റ് കണ്ടാമിനേഷനിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ. എന്താണ് അവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങള്. അതുപോലെ തന്നെ ഡ്രെയിൻസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ, അതായത് ഇത് കാർഡിയാക്കലി പരമായിട്ടുള്ളതല്ല. കത്തീറ്റേഴ്സ് നമുക്കറിയാലോ, ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യം അല്ലെ. കത്തീറ്റേഴ്സ് എന്താണെന്നുള്ളത്, കത്തീറ്റേഴ്സ് ചെയ്യുന്നത് വഴി പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല അതിന്റെ ചെയ്യുന്നത്. അതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ വലിയ നല്ല രീതിയിലുള്ള സാനിറ്റേഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാത്തതായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതുവഴി വരാം. അല്ലെങ്കിൽ ഡ്രെയിൻസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ട്യൂബ്സ്, പ്ലാസ്റ്റിക് ട്യൂബ് പോലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ്സ് ആണ് കേട്ടോ. അതായത് പോസ്റ്റ് സർജറീസ് ഒക്കെ ചെയ്തതിന് ശേഷം അവരുടെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മുറിവുമായി ബന്ധപ്പെട്ട് പസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ആ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ഒരു ട്യൂബാണ് എന്തെന്ന് പറയുന്നത്, ഡ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡ്രെയിൻസ്, കത്തീറ്ററുകള്, അതുപോലെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡിവൈസുകളും ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് അവയിൽ നിന്നും എന്ത് ചെയ്യാം, ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഇൻഫെക്ഷൻസ്, ഹോസ്പിറ്റലിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള പ്രധാന സോഴ്സസ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? മറ്റു പേഷ്യൻസിൽ നിന്ന് വരാം അല്ലെ. മറ്റു പേഷ്യൻസ്, ആ ഹോസ്പിറ്റലിലെ മറ്റു പേഷ്യൻസിൽ നിന്ന് പകരാം, അല്ലെങ്കിൽ അവിടെ വരുന്ന സന്ദർശകർ അല്ലെങ്കിൽ വിസിറ്റേഴ്സിൽ നിന്ന് വരാം, ഹോസ്പിറ്റലിലെ പേഴ്സൺസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ജീവനക്കാരിൽ നിന്ന് പകരാം. സർജിക്കൽ പ്രൊസീജിയേഴ്സ്, സർജറി ചെയ്യുന്ന ആ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് കാര്യങ്ങളും എല്ലാം പെർഫോം ചെയ്യുന്നതെങ്കിൽ അതുവഴിയും നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. എയർ അല്ലെ, വായുവിലൂടെ പകരാം. ഫുഡ് ആൻഡ് വാട്ടർ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെ പകരാം. പേഷ്യൻസ് നോർമൽ ഫ്ലോറ, അതായത് പേഷ്യൻസിന്റെ സ്വന്തമായിട്ടുള്ള അവരുടെ ബോഡിയിൽ സ്വന്തമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഓപ്പർച്യൂണിസ്റ്റിക് ആവുന്നു. അവരെങ്ങനെയാണ്, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കിട്ടുമ്പോൾ അവരുടെ സ്കിന്നിലുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു, അവർ എമേർജ് ചെയ്യുക അല്ലെങ്കിൽ അത് ഉയർന്നു വന്ന് അവർക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഫോർമേറ്റ് കണ്ടാമിനേഷൻ, ഇവിടെ ഫോർമേറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ആണ് കേട്ടോ. എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ്? ഡോർ ഹാൻഡിലുകളാവാം, അല്ലെങ്കിൽ ഹാൻഡിൽസ് ആവാം, ലൈറ്റിന്റെ സ്വിച്ചസ് ആവാം, അങ്ങനെയുള്ള ബെഡ് ലിനൻസ് ആവാം അല്ലെ, ബെഡിൽ ഉപയോഗിക്കുന്ന ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോർമൈറ്റ് കണ്ടാമിനേഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് ആണ് ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ. ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങള്, അതുപോലെ ഡ്രെയിൻസ് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ പേഴ്സൺസിലെ സർജറിയുടെ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ആ മുറിവുണ്ടായ ആ ഭാഗത്ത് പസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ട്യൂബ്സ് ആണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ കത്തീറ്ററുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സാനിറ്റേഷനും കാര്യങ്ങളോ സ്റ്റെറിലൈസേഷനോ ഒന്നും ചെയ്യാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുവഴിയും ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് ഇൻക്ലൂഡഡ് ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് അല്ലാത്തത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്കിപ്പോ who is at risk for nosocomial infection. ഇനി ഇങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ അപകട സാധ്യത കൂടുതലായിട്ടുള്ള അപകട സാധ്യത ആർക്കൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് എന്ന് നോക്കി. Those who are admitted to a healthcare facility are at risk for contracting HIV. അല്ലെ, അപ്പൊ ഏതൊരാളുമായിക്കോട്ടെ, ഒരാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തിൽ തന്നെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യത, അപകട സാധ്യത അവർക്ക് എപ്പോഴും കൂടുതൽ തന്നെയാണ് അല്ലെ. അപ്പൊ നോക്കി, ഫോർ സം ബാക്ടീരിയ റിസ്ക് മേ ഓൾസോ ഡിപ്പെൻഡ് ഓൺ അല്ലെ, ചില ബാക്ടീരിയാസ് വഴിയുള്ള ഇൻഫെക്ഷൻസും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിസ്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു അപകട സാധ്യതയും കൂടുതലാണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ആർക്കൊക്കെയാണ് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാൻ പറ്റുന്നതൊക്കെ? പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ് അല്ലെ, അതായത് ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു റൂംമേറ്റിന് അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ റൂംമേറ്റ്
റൂംമേറ്റിൽ നിന്നും നമ്മളിലേക്ക് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആ റൂംമേറ്റ് എങ്ങനെയുള്ളവരാണോ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഒരു റൂംമേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കൂടെ കിടക്കുന്ന നമ്മുടെ ഈ വരുന്ന പേഷ്യന്റിനും എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള റിസ്ക് അല്ലെ, അപകട സാധ്യത കൂടുതലാണോ? ആണോ? നെക്സ്റ്റ് നോക്കി, ഏജ് അല്ലെ, പ്രായം. പ്രായം ഒരു കാര്യമല്ലേ, ഫാക്ടർ അല്ലേ. അതായത് ഏജ് പർട്ടിക്കുലർലി പ്രധാനമായിട്ടും എങ്ങനെയാണ്, ഇഫ് പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old, 70 വയസ്സിന് മുകളിലുള്ള പേഷ്യന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രായം ഒരു പ്രധാനമായിട്ടുള്ള ഒരു മാനദണ്ഡമാണ്. അപ്പൊ പ്രായം കൂടുന്നതിനനുസരിച്ച് അവർക്ക് എന്താ, ഇമ്മ്യൂണിറ്റി പവർ അല്ലെ, അവരുടെ ആ ഒരു പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ 70 വയസ്സിൽ കൂടുതലായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റലിലെ റൂംമേറ്റ്, ആ പേഷ്യന്റ് ചെല്ലുന്ന ഹോസ്പിറ്റലിലെ റൂംമേറ്റിന് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിനും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമതായിട്ട് പറഞ്ഞ പ്രായം, നമ്മുടെ പ്രധാനമായിട്ടും 70 വയസ്സിന് മുകളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിന് എങ്ങനെയാണ്, അവരുടെ ആ ഒരു പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിരോധ ശേഷി അവർക്ക് കുറവായിരിക്കും. അത് പ്രായം കൂടുന്തോറും നമ്മൾ ആ ഒരു പ്രതിരോധ ശേഷി നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് അവരിലേക്ക് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമതായിട്ട് നോക്കി, ഹൗ ലോങ്, പേഷ്യന്റ് എന്നാണ് കേട്ടോ, അവിടെ ഇന്നല്ല പേഷ്യന്റ് എന്നാണ് കേട്ടോ, അതൊന്ന് തിരുത്തിയേക്കുക. ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. ഇനി എത്ര നാളായിട്ട് പേഷ്യൻസ് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് വരാം. കാരണം എന്താ, ആന്റിബയോട്ടിക്സ് ഒത്തിരി നാൾ കഴിക്കാൻ പാടുണ്ടോ? ഒത്തിരി നാൾ കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. കാരണം എന്താ, ഒരു ആന്റിബയോട്ടിക് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇൻഫെക്ഷനുമായിട്ടുള്ള പ്രതിരോധം അത് എന്ത് ചെയ്യാം, നഷ്ടപ്പെടാം അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ ആ ഒരു രോഗത്തിന്റെ ആ ഒരു സിംറ്റം അല്ലെങ്കിൽ ആ ഒരു രോഗത്തിന്റെ ആ ഒരു എഫക്റ്റ് മാറുന്നത് വരെ മാത്രമേ ആന്റിബയോട്ടിക് കഴിക്കാൻ പാടുള്ളൂ അല്ലെ. അല്ലാതെന്തെങ്കിലും എന്ത് പറ്റും, എന്താ പറ്റാ, അങ്ങനെ ആന്റിബയോട്ടിക്സ് കൂടുതൽ നാളെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് അതിന്റെ ഒരു ദോഷം എന്തൊക്കെയാ, എന്താണെന്ന് പറഞ്ഞേ. നമ്മളൊക്കെ കഴിക്കുന്നതാണ് ആന്റിബയോട്ടിക്സ്. നമ്മൾ എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കാറുണ്ട്. എന്താണ്, ഇമ്മ്യൂണിറ്റി കുറയും അല്ലെ. ഇമ്മ്യൂണിറ്റി കുറയും. കാരണം എന്താ, ഒരു രോഗത്തുമായി ബന്ധപ്പെട്ട ആന്റിബയോട്ടിക്സ് ഒരു പ്രാവശ്യം കഴിക്കാം അല്ലെങ്കിൽ 2 പ്രാവശ്യം കഴിക്കാം. അപ്പൊ അവിടെ എന്താ, ഇമ്മ്യൂണിറ്റി ഓൾറെഡി അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഒത്തിരി ഈ ആന്റിബയോട്ടിക്സ് തന്നെ കുറച്ചാലോ ഈ ഒരു ഇൻഫെക്ഷൻ ഇനി വന്നാൽ പോലും അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സ് ഒത്തിരി നാൾ കഴിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അതാണ് അവിടെ പറയുന്നത്. ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്, എത്ര നാള് ഒരു പേഷ്യന്റ് ആ ആന്റിബയോട്ടിക് കഴിക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ച് ചിലപ്പോൾ അവർക്ക് എന്താണ്, അവരുടെ ആ ഒരു ഇമ്മ്യൂണിറ്റിയിൽ കുറവ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻസ് വരില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അതുമായി പ്രതിരോധിച്ച് നിർത്താനുള്ള ഒരു ഘടകം അവരുടെ ബോഡിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കിയേ, വെദർ ദ പേഷ്യന്റ് ഹാസ് യൂറിനറി കത്തീറ്റർ. ഒരു ഹാസ് മതിയായിട്ട് 2 ഡബിൾ ആയിട്ടുണ്ട്. വെദർ ദ പേഷ്യന്റ് ഹാസ് യൂറിനറി കത്തീറ്റർ ഓർ നോട്ട് അല്ലെ. ആ പേഷ്യന്റിന് എന്താണ്, യൂറിനറി കത്തീറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ള രീതിയിൽ അതുമായി ബേസ് ചെയ്തിട്ട് കത്തീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്താല് ഒത്തിരി നാളെ കത്തീറ്റേഴ്സ് ഒന്നും അങ്ങനെ ഇടാൻ പാടില്ല, ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കത്തീറ്റേഴ്സ് ഒക്കെ ഒത്തിരി നാൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ലെങ്തി ICU സ്റ്റേസ്. എന്താണ് ലെങ്തി ICU സ്റ്റേസ് എന്ന് പറയുന്നത്? ICUവില് ഒത്തിരി നാള് കിടക്കുന്നവര് ICUവിൽ ഇപ്പൊ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർക്ക് നോർമൽ ആയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ICUവിൽ കുറെ നാൾ അവർക്ക് ICUവിൽ തന്നെ തുടരേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി നാൾ ഈ ICUവില് എന്താണ് കഴിയുന്ന അല്ലെങ്കിൽ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് കഴിയുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വെദർ പേഷ്യന്റ് ഹാസ് ബീൻ ഇൻ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ നിന്ന് മാറ്റാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് അവര് കുറെ നാളായിട്ട് അവരുടെ ആ ഒരു കോമ സ്റ്റേജ് എത്ര നാൾ അവർ തുടരുമോ അത്രയും നാൾ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കഴിയേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരും. കാരണം അവർ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ വരുമ്പോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി എനി ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതങ്ങളുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇൻഫെക്ഷൻസ് വരാം. അല്ലെങ്കിൽ ത്രെറ്റഡ്
നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഓരോ പേഷ്യൻസിന്റെയും നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തകരാറുകൾ മൂലം നമുക്ക് എന്ത് ചെയ്യാം, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തകരാറ് വന്നാൽ എന്താണ്, ആ വരുന്ന ഇൻഫെക്ഷൻസിനെതിരെയുള്ള മൈക്രോബ്സിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും ആളുകൾ എങ്ങനെയാണ്, അവര് ഹൈ റിസ്കിലാണ്, അതായത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ HIS വരാനായിട്ടുള്ള സാധ്യത, അപകട സാധ്യത വളരെ കൂടുതലുള്ള കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കൂടെ പോകുന്ന ആളുകൾ. അപ്പൊ എന്തൊക്കെയായിരുന്നു, ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ റൂംമേറ്റുകള് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉള്ളവരാണെങ്കിൽ അവരിൽ നിന്ന് പകരാം. രണ്ടാമത്തെ പറഞ്ഞ ഏജ്, പ്രായം നോക്കണം അല്ലെ, 70 വയസ്സിൽ കൂടുതലുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാം. പിന്നെ എന്താ, ആന്റിബയോട്ടിക്സ് ഒത്തിരി നാളായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻസ് വരാം. പിന്നെ എന്താ, യൂറിനറി കത്തീറ്റേഴ്സ് പോലെയുള്ളവ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇൻഫെക്ഷൻസ് വരാം അല്ലെ. പിന്നെ ലെങ്തി ഐസിയുയിൽ ഒത്തിരി നാളായിട്ട് താമസിച്ച് ചികിത്സ ചെയ്യുന്ന അല്ലെങ്കിൽ കിടന്ന് ചികിത്സ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വരാം. പിന്നെ എന്താ, കോമ സ്റ്റേജിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇങ്ങനെ ആ ഒരു സെയിം എൻവയോൺമെന്റിൽ തന്നെ ഒത്തിരി നാൾ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കഴിയേണ്ടതായിട്ട് വരും. അതുപോലെ ഈ ട്രോമ അല്ലെങ്കിൽ ആഘാതവുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഇന്ന് വന്നല്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് പോകാനായിട്ടൊന്നും പറ്റില്ല. അവർക്ക് കുറച്ച് നാൾ അവരുടെ ആ ഒരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യം പൂർവ്വസ്ഥിതിയിൽ എത്തുന്ന വരെ ആ ഹോസ്പിറ്റലുകളിൽ തങ്ങേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ എപ്പോഴും ഹൈ റിസ്കിലാണ്, ഇങ്ങനെയുള്ള HIS വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എന്തെങ്കിലും ത്രെറ്റനിങ് അല്ലെങ്കിൽ തകരാറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇത്രയും മനസ്സിലായോ നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ റിസ്കുകൾ ആർക്കൊക്കെയാണ് പ്രധാനമായിട്ട് പെട്ടെന്ന് വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്, ആർക്കൊക്കെയാന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ കേട്ടോ. നെക്സ്റ്റ് അശ്വതി ടീച്ചർ അല്ലേ നിങ്ങൾക്ക്? അശ്വതി ടീച്ചർ ഇന്ന് ലീവാണ്. അപ്പൊ ഞാൻ തന്നെ ആയിരിക്കും ഒരു ഹാഫ് ആൻ അവർ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു 5 മിനിറ്റ്സ് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പൊ എത്രയായി, 11:36 ആയി. ഒരു 40 ഒക്കെ ആവുമ്പോഴേക്കും വന്നോട്ടോ. എന്താണ് വൈബ ഡൗട്ട് ചോദിച്ചോ? എന്തായിരുന്നു ഡൗട്ട്? ഉമൈബക്കല്ലേ ഡൗട്ട് ഉണ്ടായിരുന്നേ? സോഴ്സ് ഓഫ് ഇൻഫെക്ഷന്റെ തൊട്ട് മുകളിലത്തെ ആ പാരഗ്രാഫ് ഇല്ല, അതൊന്ന് പറയാം. ഇതാണോ? പീപ്പിൾ ഹു എക്സ്പീരിയൻസ് ന്യൂ സിംറ്റംസ് ഇൻ ദ കോഴ്സ്. അതായത് ഇപ്പൊ അവരുടെ ആ ഒരു ഈ ഒരു ഇൻഫെക്ഷന് വേണ്ടിയിട്ടല്ലല്ലോ ട്രീറ്റ്മെന്റിന് വന്നിരിക്കുന്നത്. അവരുടെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലാതെ പുറമെയുള്ള മറ്റെന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിലായിരിക്കും വന്നിരിക്കുന്ന പേഷ്യൻസ്. അപ്പൊ അവരുടെ ആ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിൽ അവർക്ക് പുതിയ സിംറ്റംസ് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഇൻഫെക്ഷൻ സൈറ്റ്, അതായത് ആ ഒരു ഇൻഫെക്ഷൻ എവിടെയാണ് അവർക്ക് ഉണ്ടായിരുന്നു തോന്നുന്നത് അവിടെ അവർക്ക് ചിലപ്പോൾ പെയിനുകൾ, വേദന അനുഭവപ്പെടാം. കുറച്ച് സിംറ്റംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. അത് കൂടാതെ പേഷ്യൻസ് പറയുന്ന കാര്യമാണ് അത് പറയുന്നത് കേട്ടോ. അങ്ങനെ പുതിയ സിംറ്റംസ് എന്തെങ്കിലും പുതിയ ലക്ഷണങ്ങളൊക്കെ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് അവർക്ക് ഇൻഫെക്ഷൻ സൈറ്റില് അവർക്ക് എന്തെങ്കിലും വേദന അനുഭവപ്പെടാറുണ്ട്. ഇപ്പൊ ചിലപ്പോ മുറിവുള്ള ബൗൺസ് ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ ഇൻഫെക്ഷൻ വന്നാൽ ഒത്തിരി വേദന ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വേദന അനുഭവപ്പെടാറുണ്ടെങ്കിൽ അവർക്ക് ഇത് ഇറിറ്റേഷൻ, വല്ല ചൊറിച്ചിൽ പോലെയോ അല്ലെങ്കിൽ ഇച്ചിങ് പോലെയോ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ അവർക്ക് തോന്നാറുണ്ട്. അതുപോലെ മേ ബി എക്സ്പീരിയൻസ് നോട്ടീസബിൾ സിംറ്റംസ്, ചിലപ്പോ പ്രകടമായിട്ടുള്ള ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാം, ചിലത് പ്രകടമായിട്ടുള്ളത് ആയിരിക്കില്ല. അപ്പൊ അത് ഓരോരുത്തരുടെയും പേഷ്യന്റിനെ ബേസ് ചെയ്തിട്ട് വ്യത്യാസങ്ങൾ വരാം കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. ലീവ് ചെയ്ത് പോവണ്ട കേട്ടോ, ലീവ് ചെയ്ത് പോവണ്ട. നെക്സ്റ്റ് ക്ലാസ് ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഒരു 42 ഒക്കെ ആകുമ്പോഴേക്കും പോരും കേട്ടോ.
ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഭാഗം കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഈ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷനും കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇപ്പോ ഇത്രയും എടുത്തതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ ഇത്രയും എടുത്തതില് ഇൻട്രൊഡക്ഷൻ മുതല് നമ്മൾ ആ ഒരു റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അതായത് ഇതിന്റെ പകരുന്ന ആ ഒരു രീതി, അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയൊക്കെ പകരാം നമ്മൾ പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ വഴി പകരാം അല്ലെ. അപ്പൊ അത് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് പഠിക്കുന്നു എന്ന് മാത്രം കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, മനസ്സിലാക്കി പഠിച്ചാൽ കിട്ടാവുന്ന കാര്യമുണ്ട്. അപ്പൊ ഫസ്റ്റ് നോക്കി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പകരുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കി. ഫസ്റ്റ് വൺ ആണ് കോണ്ടാക്ട് ഹാൻഡ് ബോൺ എന്നാണ് കേട്ടോ. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ബി ആണ് കേട്ടോ. ഇവിടെ ഹോൺ എന്നല്ല, ബോൺ എന്നാണ് കേട്ടോ. BORNE ആണ് കേട്ടോ. അതൊന്ന് തിരുത്തിയേക്കോ കേട്ടോ. BORNE ഹാൻഡ് ബോൺ അല്ലെങ്കിൽ കോണ്ടാക്ട് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. ഇപ്പൊ എന്താണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? അതില് ഫസ്റ്റ് വൺ എത്ര ആയിട്ട് തിരിച്ചിട്ടുണ്ട്? 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു പകരുന്ന രീതി ഒരു 5 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്മിഷൻ. എന്താണ്? ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു കോണ്ടാക്റ്റിലൂടെ സമ്പർക്കത്തിലൂടെ പകരുന്നതാണ്. അപ്പൊ എന്താണ് ഹാൻഡ് ബോൺ? മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഏതാന്ന് ചോദിച്ചാൽ അത് എന്താണ്? കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അതൊന്ന് നോക്കിയാൽ മതി. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ട്രാൻസ്മിഷൻ എങ്ങനെയാണ് അല്ലെ? നമ്മുടെ നേരിട്ട് അവരുമായി സമ്പർക്കത്തിൽ വരുമ്പോഴല്ലേ നമുക്ക് പെട്ടെന്ന് കൂടുതലും ഇത് പകരാനായിട്ടുള്ള ചാൻസ് ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതിൽ കോണ്ടാക്ട് ട്രാൻസ്മിഷനെ divided into 2 subgroups. കോണ്ടാക്ട് ട്രാൻസ്മിഷനെ രണ്ട് സബ് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കി, ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇപ്പൊ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ അത് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പകരുന്ന രീതിയാണ്. ഈ കോണ്ടാക്ട് ട്രാൻസ്മിഷനെ രണ്ടായിട്ട് സബ് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആയിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഫസ്റ്റ് വൺ നോക്കി, ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. എന്തായിരിക്കും ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആ പേര് കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്നുക? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്താണ് തോന്നുക? മെസ്സേജ് അയച്ചു എല്ലാരും. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ വരുമ്പോ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുമായിട്ട് നേരിട്ട് അല്ലെ ഫിസിക്കൽ കോണ്ടാക്ട് വരികയാണ്. നേരിട്ട് അല്ലെങ്കിൽ ഡയറക്ട്ലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുമായിട്ട് വെരി ഗുഡ് കോണ്ടാക്ട് വരികയാണ് അല്ലെ. അപ്പൊ ഇവിടെയും അത് തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് അത് ഓർമ്മ വരും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഓരോ വേർഡ്സ് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യം എന്താണെന്ന് ജസ്റ്റ് ഒരു പോയിന്റ് ആണെങ്കിലും മതി നമുക്ക് അത് മനസ്സിലാക്കിയിരിക്കാൻ നമുക്ക് അതുവഴി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? നേരിട്ട് അവരുമായിട്ടൊരു ഫിസിക്കൽ കോണ്ടാക്ട് വരികയാണ് അല്ലെ. നേരിട്ട് അവർക്കുമായിട്ടൊരു സമ്പർക്കത്തിൽ വരുമ്പോ അതുവഴി കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ് ഡയറക്റ്റ് contact transmission. This consists of a direct surface to body surface contact and physical shifting of microorganisms between a host and an infected or colonized, such as when a person turns a patient, gives a bath, or does other patient care jobs that need direct personal contact. So the direct contact transmission എന്താണ് പറയുന്നത്? This consists of a direct surface അല്ലെ. നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ ബോഡി, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെയും അതുപോലെ തന്നെ ഇപ്പൊ പകർന്നു വരാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ ഇനി വരാൻ പോകുന്ന ആ ഒരു വ്യക്തി അവരെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, അല്ലാതെ ഇൻഫെക്ഷൻസ് ഇനി വരാൻ പോകുന്ന ആ ഒരു വ്യക്തിയാണ്, അതിന് വിധേയമാകാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹോസ്റ്റ് എന്ന് പറയുന്ന
ആൾക്ക് ഇനി ഇൻഫെക്ഷൻസ് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കിട്ടാൻ പോകുന്ന ആ വ്യക്തിയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനി വരുന്ന ഭാഗങ്ങളിലേക്ക് ഹോസ്റ്റ് എന്നുള്ള വേർഡാണ് അവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഹോസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? ഇൻഫെക്ഷൻസിന് വിധേയമാകാൻ പോകുന്ന വ്യക്തിയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അത് അവർക്ക് അവരുടെ ഇൻഫെക്ഷൻ കിട്ടിയിട്ടില്ല, പക്ഷെ ഇൻഫെക്ഷൻസ് പകർന്ന് കിട്ടാൻ പോകുകയാണ്, ആ വ്യക്തിയാണ് ഹോസ്റ്റ്. അപ്പൊ ഓൾറെഡി രണ്ടുപേരുണ്ടാവും അല്ലെ, ഹോസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടാവും. അപ്പൊ അവര് തമ്മിൽ എന്ത് ചെയ്യുന്നു? അവരുടെ ബോഡി സർഫസസ് തമ്മിൽ ഒരു കോണ്ടാക്ട് വരുന്നു, നേരിട്ടൊരു കോണ്ടാക്ട് വരുന്നു. അങ്ങനെ നേരിട്ടൊരു ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് എന്താണ്? അവിടെ മൈക്രോ ഓർഗാനിസംസ് സ്ഥലം മാറും. എവിടെ നിന്ന് എവിടേക്കാണ്? ബിറ്റ്വീൻ ഹോസ്റ്റ് ആൻഡ് ഇൻഫെക്റ്റഡ് ഓർ കോളനൈസ്ഡ്. ഇത് സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ കോളനൈസ്ഡ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. എന്താണ്? ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്നും ആരിലേക്ക് മൈക്രോ ഓർഗാനിസംസ് പകരും? ആരിലേക്ക് പകരാം? ഹോസ്റ്റിലേക്ക് അല്ലെ. അവരുടെ ഇടയിൽ അവിടെ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഒരു ഫിസിക്കൽ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്നു. ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിൽ നിന്നും ഹോസ്റ്റിലേക്ക് അതിന്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്നു. അങ്ങനെ ഇതിലേക്ക് ആ ഹോസ്റ്റിലേക്ക് ആ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എത്തിച്ചേരുന്നു. such as when a person. ഇനി എങ്ങനെയാണ് അത് എത്തുന്നത് നോക്കിയേ. അവിടെ ഒരു ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വരും എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ഇപ്പൊ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അവരെ പേഴ്സൺ ടേൺസ് എ പേഷ്യന്റ് അല്ലെ. ഇപ്പൊ നമ്മുടെ ആ ഹോസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെന്നിരിക്കുന്നത്, ഇപ്പൊ നമ്മളാണ് ആ ഒരു ഹോസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ ആരെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാള് നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു പേഷ്യന്റിനെ എന്ത് ചെയ്യുക? അവരെ ചരിച്ച് കിടത്തുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു നേരെ കിടത്തുമ്പോഴോ അങ്ങനെയുള്ള അവരുടെ ആ ഒരു പൊസിഷൻ ടേൺ ചെയ്യുമ്പോൾ അവരുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കിടക്കാനായിട്ട് നമ്മൾ അവരെ സഹായിക്കുകയല്ലോ, ചരിച്ച് കിടത്തുകയോ അല്ലെങ്കിൽ അവരെ നേരെ കിടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പേഷ്യന്റിനെ ആ പൊസിഷൻ കറക്റ്റ് ആക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് അവരുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവരിൽ നിന്ന് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഗീവ്സ് എ ബാത്ത് അല്ലെ. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യേണ്ടി വരും? കുളിപ്പിക്കേണ്ടി വരും അല്ലെ. ബാത്ത് ചെയ്യേണ്ടത് വരും, കുളിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും നമുക്ക് അവരിൽ നിന്ന് എന്ത് ചെയ്യാം? ഇൻഫെക്ഷൻസ് ഡയറക്ട്ലി നമ്മുടെ ബോഡിയിലേക്ക് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഓക്കെ, ഡസ് അതർ പേഷ്യന്റ് കെയർ ജോബ്സ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് മറ്റ് രോഗി പരിചരണവുമായിട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ രോഗി പരിചരണം, അവരുടെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ രീതിയിൽ അവരെ പരിചരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരുമായിട്ടൊരു ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടാകുന്നത് വഴി നമുക്ക് രോഗങ്ങൾ പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യമാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ വരുന്നത്. ഇതാണ് ഒന്നാമത്തേതായിട്ട് വരുന്ന ഒരു പകർച്ച രീതി എന്ന് പറയുന്നത്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ മനസ്സിലായോ? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്താ? അവിടെ ആ രോഗിയും അതുപോലെ ആ ഹോസ്റ്റ്, അതായത് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ രോഗം വരാൻ സാധ്യതയുള്ള രോഗത്തിന് വിധേയമാകാൻ പോകുന്ന ആ വ്യക്തിയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അവര് തമ്മിലൊരു ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വരികയും അതുവഴി അവരുടെ ആ പേഷ്യന്റിൽ നിന്നുള്ള മൈക്രോ ഓർഗാനിസംസ് ഈ ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അവിടെ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. ഒന്നില്ലെങ്കിൽ ആ പേഷ്യൻസിനെ നമ്മൾ തൊട്ടുകൊണ്ടാണല്ലോ നമ്മൾ അവരുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യുന്നത്, നേരെ കിടത്തുകയോ അല്ലെങ്കിൽ ചരിച്ചു കിടത്തുകയോ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് മൈക്രോ ഓർഗാനിസംസ് കയറാം. അല്ലെങ്കിൽ അവരെ കുളിപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന സമയത്തോ നമുക്ക് ഒരു ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് വരുന്നത് വഴി നമുക്ക് ഇൻഫെക്ഷൻസ് അവർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവരുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത് നോക്കിയേ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇപ്പൊ ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നേരിട്ടുള്ള സമ്പർക്കം വരുന്നില്ല, എന്നാൽ കൂടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ നേരിട്ടുള്ള ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ട്രാൻസ്മിഷൻ വരുന്നില്ല, എന്നാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവർ ടച്ച് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത രീതിയിലുള്ള എന്താണ് പകർച്ചകളാണ്. ഇനി ദിസ് കൺസിസ്റ്റ് ഓഫ് എ കോണ്ടാക്ട് ഓഫ് എ സസെപ്റ്റബിൾ ഹോസ്റ്റ്. ആരാണ് സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്? ആ രോഗത്തിന് വിധേയമാകാൻ പോകുന്ന ആ ഒരു വ്യക്തി, അതാണ് സസെപ്റ്റബിൾ ഹോസ്റ്റ്. ആ രോഗത്തിന് വിധേയമാകാൻ പോകുന്ന ആ ഒരു വ്യക്തി ആരാണോ അതാണ് സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്. വിത്ത് എ സ്റ്റെയിൻഡ് സ്റ്റെയിൻഡ് എന്നാണ് കേട്ടോ അവിടെ. വിത്ത് എ സ്റ്റെയിൻഡ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട് ലൈക്ക് കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ.
അപ്പൊ ഈ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഇവിടെ നേരിട്ട് നമ്മൾ ആ ഒരു രോഗിയുമായിട്ട് ഡയറക്റ്റ് ഒരു ടച്ച് വരുന്നില്ല. എന്നാൽ പോലും ഈ പേഷ്യന്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ, അതായത് അതിന്റെ മധ്യത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നിൽക്കുന്ന കുറച്ച് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ വസ്തുക്കളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പകരുന്നത്. അതാണ് ഇൻഡയറക്ട് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്ട് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? നേരിട്ട് അവരുമായിട്ട് സമ്പർക്കത്തിൽ വരികയാണ് അല്ലെ. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നേരിട്ട് അവരുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല, മറിച്ച് അതിനിടയിൽ എന്താണ്, അവരുടെ ഇടയിൽ ഒരു എന്താണ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ ഉണ്ടായിരിക്കും, കുറച്ച് സാധനങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്? അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകളാവാം. അല്ലാന്നുണ്ടെങ്കിലോ നീഡിൽസ് അല്ലെ, സൂചികൾ, പേഷ്യൻസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സൂചികളിൽ നിന്നാവാം, ഡ്രസ്സിങ്ങുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്ലൗസുകൾ, അതായത് ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്ലൗസ് ആയിരിക്കും. അപ്പൊ അത് അവരുടെ ബോഡി ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ വഴി ആ ഗ്ലൗസിന് എന്ത് ചെയ്യാം, സ്റ്റെയിൻഡ് അല്ലെങ്കിൽ കറകൾ പറ്റാം. എന്നിട്ട് അത് മാറാതെ അതേ ഗ്ലൗസുകൾ അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ട് മറ്റു പേഷ്യൻസ് അല്ലെങ്കിൽ മറ്റു ആളുകളുടെയും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്ലൗസുകളിൽ നിന്ന് നമുക്ക് പകരാം. അല്ലാന്നുണ്ടെങ്കിലോ സ്റ്റെയിൻഡ് സർഫസസ് ബൈ നീഡിൽസ് അല്ലെ, ഈ എന്താണ് ഇങ്ങനെയുള്ള നീഡിൽസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി അത് വെക്കുന്ന സ്ഥലത്തൊക്കെ അതിലുള്ള ബ്ലഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കറകൾ വരാം അല്ലെ. ആ വെക്കുന്ന ആ സർഫസ് അത് ടച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വരാം. അല്ലെങ്കിലോ ഡ്രൈഡ് ബ്ലഡ് ദാറ്റ് ട്രാൻസ്മിറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. ഈ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് ചാപ്റ്ററിലാണ്? ഓർക്കുന്നുണ്ടോ? ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചേ? ബ്ലഡ് ബാങ്കിലായിരുന്നു അല്ലെ. അപ്പൊ ബ്ലഡ് ബാങ്കിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സിയിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സിയുടെ എന്താണ് പഠിച്ചത്? ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സിയുടെ പകർച്ച എങ്ങനെയാണ്? അതെങ്ങനെയാ പകരുന്നത്? എന്തിലൂടെയാണ് പകരുന്നത്? എന്തിലൂടെയാ? നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്ന് ഓർത്ത് നോക്കി. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ബോഡി ഫ്ലൂയിഡ്സിലൂടെ അല്ലെ, ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് അത് പകരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഉള്ള പേഷ്യൻസിന് എന്താണ് അവരുടെ ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലഡ്, അതായത് അവരുടെ ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പകരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുമായി സമ്പർക്കത്തിൽ വരുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളില് അവരുടെ ബന്ധപ്പെട്ടുള്ള ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലഡുകൾ, അതായത് ഉണങ്ങിയതായിട്ടുള്ള ബ്ലഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗങ്ങൾ പകരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സർഫസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി പോലെയുള്ള കാര്യങ്ങൾ വരാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നീഡിലുകള്, അല്ലാന്നുണ്ടെങ്കിലോ എന്തൊക്കെയാണ് ഡ്രസ്സിങ്സുകള്, ഗ്ലൗസുകള്, അതുപോലെ ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും അതൊക്കെ ആയിട്ട് മറ്റു പേഷ്യൻസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ നേരിട്ട് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നില്ല. ആ ഒരു പേഷ്യന്റുമായിട്ട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നില്ല. എന്നാൽ അവരുടെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ട്, അവരുടെ ഇടയിൽ ഒരു ചില വസ്തുക്കൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് വന്നത്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, നീഡിൽസ്, ഡ്രസ്സിങ്സ്, അതുപോലെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്ലൗസുകൾ ഒരു പേഷ്യന്റിൽ നിന്ന് മറ്റൊരു പേഷ്യന്റിലേക്ക് അത് യൂസ് ചെയ്യാം. അത് ഒരെണ്ണം തന്നെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് വരാം. അതുപോലെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള സർഫസസ് ബൈ നീഡിൽസ് വഴിയോ അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലഡുകൾ, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഉള്ള പേഷ്യൻസിന് ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലഡുകൾ അതുവഴി സ്റ്റെയിൻഡ് ആവുന്ന വസ്തുക്കൾ ടച്ച് ചെയ്യുന്നത് വഴിയോ അങ്ങനെയൊക്കെ ബോഡി ഫ്ലൂയിഡ്സിലൂടെയൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്താണെന്ന് മനസ്സിലായോ? അത് ഇതിനുള്ളിൽ വരുന്നതാണ്. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ വരുന്നതാണ്. അതിന്റെ ഉള്ളിലെ രണ്ട് സബ് ഗ്രൂപ്പ്സ് ആണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും. ഇത് ക്ലിയർ ആയോ? രണ്ടെണ്ണം ഓരോന്നും ക്ലിയർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. നെക്സ്റ്റ് നമുക്ക് പോവാം, സെക്കൻഡ് വണ്ണിലേക്ക് പോവാം. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. എന്താണ് ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത്? ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തുള്ളികള് അല്ലെ. എങ്ങനെയുള്ള ഡ്രോപ്ലെറ്റ്സ് ആണ് ഡ്രോപ്ലെറ്റ്സ് ട്രാൻസ്മിഷനിൽ വരുന്നത്? ട്രാൻസ്മിഷൻ
ശരീരസ്രാവങ്ങൾ പോലെയുള്ള തുള്ളികൾ. അതായത് ട്രാൻസ്മിഷൻ ഹാപ്പൻസ് വെൻ ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോബ്സ്. ഇങ്ങനെയുള്ള ഡ്രോപ്സ് അല്ലെങ്കിൽ തുള്ളികളിൽ എന്തുണ്ടായിരിക്കും? മൈക്രോബ്സ് ഉണ്ടായിരിക്കും. ഫ്രം ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ആരിൽ നിന്നുള്ളതാണ്? ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്നുള്ള. അപ്പൊ ആ ഡ്രോപ്ലെറ്റ് എങ്ങനെയായി? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ് ആയി അല്ലെ? ഷോർട്ട് ഡിസ്റ്റൻസ്. ഇപ്പൊ എങ്ങനെയാണ്? അതെന്ത് ചെയ്യുന്നു? ആ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് വരുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡ്രോപ്ലെറ്റ്സുകൾ അല്ലെങ്കിൽ തുള്ളികൾ എന്ത് ചെയ്യുന്നു? പുഷ് ദ ഷോർട്ട് ഡിസ്റ്റൻസ്. കുറച്ചു നേരം അത് എന്ത് ചെയ്യുന്നു? കുറച്ച് ഡിസ്റ്റൻസിലേക്ക് അത് തള്ളിക്കളയും അല്ലെ? തള്ളിയിട്ട് ഷോർട്ട് ഡിസ്റ്റൻസ് വരെ അത് പോവുള്ളൂ. ത്രൂ ദ എയർ അല്ലെ? വായുവിലൂടെയാണ് കുറച്ച് ദൂരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് വരെ അത് എന്ത് ചെയ്യുന്നു? അതിനെ പുഷ് ചെയ്ത് വിടുന്നു അല്ലെങ്കിൽ തള്ളി വിടുന്നു. ത്രൂ ദ എയർ ആൻഡ് ഡെപ്പോസിറ്റഡ് ഓൺ ദ പേഷ്യൻസ് ബോഡി. അതെന്ത് ചെയ്യും? ആരാണോ ആ ഹോസ്റ്റ് അല്ലെങ്കിൽ പേഷ്യന്റ് ആയിട്ട് വരുന്നത് അവരുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും, നിക്ഷേപിക്കപ്പെടും. ആൻഡ് ഇറ്റ് ഈസ് ദ മെയിൻ ഫ്രം കഫിംഗ് ദാറ്റ് ഡ്രോപ്ലെറ്റ്സ് ആർ ജനറേറ്റഡ് ഫ്രം ദ സോഴ്സ് പേഴ്സൺ ആൻഡ് ഡ്യൂറിംഗ് ദ പെർഫോമൻസ് ഓഫ് സർട്ടൻ പ്രൊസീജിയേഴ്സ് സച്ച് ആസ് ബ്രോങ്കോസ്കോപ്പി. അപ്പോ ഇത് എങ്ങനെയൊക്കെ വരാം? അതായത് കഫ് ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ ചുമയ്ക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്നുള്ളത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് പേഴ്സൺ ആരാണോ അവർ ചുമയ്ക്കുന്ന സമയത്ത് അവരുടെ വായിലൂടെ എന്ത് ചെയ്യാം? ആ ഒരു എയർ ഡ്രോപ്ലെറ്റ്, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്ന് വരുന്ന ഇൻഫെക്റ്റഡ് ഡ്രോപ്ലെറ്റ്സ് പുഷ് ചെയ്ത് പുറത്തേക്ക് പോകാം. അത് കുറെ ദൂരത്തേക്കൊന്നും പോകില്ല, കുറച്ച് ഡിസ്റ്റൻസ് എയറിലൂടെ പോകുന്നു. കുറച്ച് ഡിസ്റ്റൻസിലേക്ക് എയറിലൂടെ പോവുകയും അത് മറ്റൊരു ആളുടെ വ്യക്തിയുടെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. അതുവഴി എന്ത് ചെയ്യാം? ഇൻഫെക്ഷൻസ് വരാം അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കഫിംഗ് ആൻഡ് ഡ്രോപ്ലെറ്റ്സ് ആർ ജനറേറ്റഡ് ഫ്രം ദ സോഴ്സ് പേഴ്സൺ. ആർക്കാണ് ഇൻഫെക്ഷൻ ഉള്ളത്? ആ സോഴ്സ് പേഴ്സണിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? പകർന്നു കൊടുക്കുന്നു അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് നിക്ഷേപിക്കപ്പെടുന്നു. ആൻഡ് ഡ്യൂറിംഗ് ദ പെർഫോമൻസ് ഓഫ് സർട്ടൻ പ്രൊസീജിയേഴ്സ്. അതുകൂടാതെ തന്നെ ഈ ബ്രോങ്കോസ്കോപ്പി പോലെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് വഴിയും അവിടെയുള്ള അത് ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്റ്റാഫുകൾക്കും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്താണ് ബ്രോങ്കോസ്കോപ്പി? അറിയോ നിങ്ങൾക്ക് ബ്രോങ്കോസ്കോപ്പി? ലങ്സിന്റെ ഒക്കെ ഡയഗ്നോസിസ് അല്ലെ? അവരുടെ ആ ഒരു എന്താണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുതി വെച്ചോട്ടോ. അതെ, ലെൻസിനെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബ്രോങ്കോസ്കോപ്പി എന്താണെന്ന് ജസ്റ്റ് എഴുതി വെച്ചോട്ടോ. ഓക്കെ, ബ്രോങ്കോസ്കോപ്പി ഈസ് ആൻ എൻഡോസ്കോപ്പിക് ടെക്നിക്. ബ്രോങ്കോസ്കോപ്പി ഈസ് ആൻ എൻഡോസ്കോപ്പിക് ടെക്നിക്. ഈസ് ആൻ എൻഡോസ്കോപ്പിക് ടെക്നിക്. Bronchoscopy is an endoscopic technique. Is an endoscopic technique of visualizing. Bronchoscopy is an endoscopic technique of visualizing the inside of the airways. Is an bronchoscopy is an endoscopic technique of visualizing the inside of the airways. The inside of the airways. Inside of the airways for diagnostic and therapeutic purposes. For diagnostic and therapeutic purposes. Bronchoscopy is an endoscopic technique of visualizing the inside of the airways for diagnostic and therapeutic purposes. Idiom. Diagnostic and therapeutic purposes. Okay. ഇവിടെ എന്താണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്? നമ്മുടെ ലങ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എയർവേസ്, ലങ്സിലോട്ട് പോകുന്ന ആ എയർവേസ് അല്ലെങ്കിൽ ആ ഒരു എയറിന്റെ ആ ഒരു പാത്ത്, ആ ഒരു വഴി അതെങ്ങനെയാണ്, അവിടുത്തെ ആ ഒരു ക്ലിയർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യുക. അതുപോലെ തന്നെ തെറാപ്പിയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് എന്താണ് ഡയഗ്നോസ് ചെയ്യുക, രോഗനിർണയം നടത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പർപ്പസ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് ബ്രോങ്കോസ്കോപ്പി. അതായത് എന്ത് ചെയ്യുക? വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മുടെ ആ എയർവേസ് അല്ലെങ്കിൽ എയർവേ പാത്വേയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യാനായിട്ട്, അതിനെ കാണാനായിട്ട് അല്ലെ, അതിനെ ദൃശ്യവൽക്കരിക്കാനായിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് എന്താണ്? അതിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്താണ്? ബ്രോങ്കോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് ബ്രോങ്കോസ്കോപ്പ് അല്ലെ? ബ്രോങ്കോസ്കോപ്പ്. അപ്പൊ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തിൻ ട്യൂബ് ലൈക്ക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്.
അപ്പൊ അത് കടത്തി വിട്ടുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിഷ്വലൈസേഷൻസ് കാണിക്കുന്നത്. അപ്പൊ നോസിലൂടെയോ അല്ലെങ്കിൽ മൗത്തിലൂടെയോ ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു തിൻ ട്യൂബ്ലൈറ്റ് ആയിട്ടുള്ള ബ്രോങ്കോസ്കോപ്പ് കടത്തി വിട്ടുന്നത് പൾമനോളജിസ്റ്റുകളാണ് കേട്ടോ, അവരുടെ കീഴിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. പൾമനോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, നോസിലൂടെയോ അല്ലെങ്കിൽ മൗത്തിലൂടെയോ ഒക്കെ ഇങ്ങനെയുള്ള തിൻ ട്യൂബായിട്ടുള്ള ബ്രോങ്കോസ്കോപ്പുകൾ കടത്തി വിട്ടുകൊണ്ട് നമ്മുടെ എയർവേസിന്റെ ഒക്കെ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമേജുകൾ വ്യൂ ചെയ്യാനായിട്ട് ഇമേജുകൾ എടുക്കുന്നു അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം നടത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, അവരുടെ അതുമായി അനുബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാധനം കിട്ടുമ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും, മൂക്കിൽ നോസിലൂടെയോ അല്ലെങ്കിൽ മൗത്തിലൂടെയോ ഒക്കെ ആ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രോങ്കോസ്കോപ്പ് കടത്തുന്ന വിടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൂക്കിലോ അല്ലെങ്കിൽ നമ്മുടെ വായുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ചുമ വരാം അല്ലെ, കഫിംഗ് വരാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള രോഗങ്ങൾ ഇൻഫെക്ഷൻസ് പറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിൽ പറയുന്നത്, അവിടെ മൈക്രോബ്സ്, അതായത് മൈക്രോബ്സ് അടങ്ങിയ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ തുള്ളികൾ, അത് ആരിൽ നിന്ന് വരുന്നതാണ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് കഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചുമക്കുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ്, ആ പേഷ്യൻസിൽ നിന്ന് വരുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് കുറച്ച് ഡിസ്റ്റൻസ് വായുവിലൂടെ പോയി മറ്റൊരാളിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അവരിലേക്ക് ഇൻഫെക്ഷൻസ് പകരാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്രോങ്കോസ്കോപ്പി പോലെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് വഴി അത് പെർഫോം ചെയ്യുമ്പോൾ അതുമായി അനുബന്ധമായിട്ട് നിൽക്കുന്ന പേഷ്യൻസിനും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ്, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴി ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കിട്ടിയോ സെക്കൻഡ് വൺ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ കിട്ടിയോ? ഓക്കെ, തേർഡ് വൺ നോക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ ആണ് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എയർബോൺ ട്രാൻസ്മിഷൻ? വായുവിലൂടെയുള്ളതാണ് അല്ലെ, വായുവിലൂടെയുള്ളത് പകർച്ചവ്യാധി അല്ലെങ്കിൽ പകർച്ച ആണ്. എങ്ങനെയാണ് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്? അതിൽ ഡിസെമിനേഷൻ. എന്താണ് ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ? വ്യാപനം. വ്യാപനം എന്നാണ് കേട്ടോ മീനിങ്. ഡിസെമിനേഷന്റെ മീനിങ് വ്യാപനം. അപ്പൊ ഡിസെമിനേഷൻ ക്യാൻ ബി എയ്തർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ. ഇവിടെയും വായുവിലൂടെയും എങ്ങനെയാണ് പകരുന്നത്? എയർബോൺ ആയിട്ടുള്ള ട്രാൻസ്മിഷനിലൂടെ അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്നത് എന്താണ്? അവിടെയും ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ തുള്ളികളായിട്ട് തന്നെയാണ്, എയർബോൺ ഡ്രോപ്ലെറ്റ്സ് ആണ്. അതായത് എയറിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഫെക്ഷ്യസ് ഏജന്റ്. ഇൻഫെക്ഷ്യസ് ഏജന്റ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കാരണമായിട്ടുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതാണ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജന്റുകൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിന് കാരണമായിട്ടുള്ള രോഗാണുക്കൾ അടങ്ങിയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വ്യാപനത്തിന് കാരണമാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്താണെന്ന് നോക്കി. എ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ അവശിഷ്ടം ഓഫ് ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് വിച്ച് റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ എയർ ഫോർ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഇവിടെ എന്താണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമേ ഇത് എയറിലൂടെ പോവുള്ളൂ. അതേസമയം എയർബോൺ ട്രാൻസ്മിഷനില് ഇവിടെയുള്ള ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അത് എന്താണ്? ചില സ്മോൾ പാർട്ടിക്കിൾസ്, നമ്മുടെ വായുവിലുള്ള ചെറിയ ചെറിയ കണികകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ, റെസിഡ്യൂസ് ആയിരിക്കും. അത് എങ്ങനെയുള്ളതായിരിക്കും? അതെന്താണ്? ഒരു ഡ്രോപ്ലെറ്റ് പോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ തുള്ളികളായിട്ട് കാണപ്പെടും. അതെന്ത് ചെയ്യുന്നു? എയറിൽ കുറെ നേരം, ലോങ് പീരീഡ് ഓഫ് ടൈം, കുറെ സമയം അതങ്ങനെ തന്നെ എയറിൽ സഞ്ചരിക്കുകയും അതെന്ത് ചെയ്യുന്നു? ഒത്തിരി ദൂരത്തേക്ക്, കുറച്ച് സമയം അത് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് നശിക്കില്ല. ഇൻഫെക്ഷൻസ് പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് ഒത്തിരി കുറച്ച് ദൂരെയുള്ളവരിലോട്ടാണെങ്കിലും ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേസമയം ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ അങ്ങനെയാ, വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ ആ ഒരു ഡ്രോപ്ലെറ്റ് പോകുന്നതുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഏരിയയിൽ ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ഏരിയയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ, അടുത്തടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് ഇൻഫെക്ഷൻസ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരെ പകരുള്ളൂ. എന്നാൽ എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വായുവിലൂടെയാണ്. അപ്പൊ അവിടെ എങ്ങനെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോലെയുള്ള ഡ്രോപ്ലെറ്റ്സുകൾ ഉണ്ടാവും, അതിൽ മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിട്ടുണ്ടാവും, ഇൻഫെക്ഷസ് ഏജന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യുന്നു? കുറച്ച് ലോങ് ടൈം ആ ഒരു എയറിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദൂരത്തേക്കും അത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന്
അതെന്ത് ചെയ്യുക, നശിപ്പിച്ചു പോകാൻ അല്ലെങ്കിൽ മറ്റൊന്ന് ഒരാളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാതെ തന്നെ കുറച്ച് സമയം ആ ഒരു എയറിൽ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ എയർബോൺ ട്രാൻസ്മിഷൻസ് വഴി പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ആളുകൾക്ക് കൂടുതൽ ആളുകളിലേക്ക് പകരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഇപ്പൊ എയർബോൺ ട്രാൻസ്മിഷൻ എന്താണെന്ന് മനസ്സിലായോ? അവിടെ എന്താണ് അത് വ്യാപനം എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ, അതായത് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ എന്ന് പറയുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. അതിന്റെ റെസിഡ്യൂസ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങളിലെ ഇൻഫെക്ഷസ് ഏജൻസ് വന്നത് ഒരു തുള്ളികളായിട്ട് ഡ്രോപ്ലെറ്റ്സ് പോലെ മാറുകയും അതെന്ത് ചെയ്യുന്നു, വായുവിന് ഒത്തിരി സമയം എന്ത് ചെയ്യുന്നു, നിലനിർത്തുകയും ലോങ് ടൈം നിലനിർത്തുകയും ചെയ്യുന്നു. അതുവഴി ഒത്തിരി പേഷ്യൻസിന് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള എയർബോൺ അല്ലെങ്കിൽ വായുവിലൂടെ ഈ രോഗാണുക്കൾ പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവുന്നുണ്ട്. അതേസമയം ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിൽ ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ടവർ ചുമയ്ക്കുമ്പോഴൊക്കെ അല്ലേ പകരുന്നത്. അപ്പൊ ആ ഒരു പേഷ്യന്റുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന കുറച്ച് ഏരിയയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അത് വരുന്നത്, കാരണം അത് ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ പോവുള്ളൂ. അതേസമയം എയർബോൺ ട്രാൻസ്മിഷൻ അങ്ങനെയല്ല, കുറച്ച് പേരിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദൂരത്തേക്ക് അത് വായുവിലൂടെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒത്തിരി പേർക്ക് ഇതുവഴി രോഗാണുക്കൾ ശരീരത്തിലേക്ക് എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കിട്ടിയോ എയർബോൺ ട്രാൻസ്മിഷൻ? അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടില്ലേ? കിട്ടിയോ എയർബോൺ ട്രാൻസ്മിഷൻ? കിട്ടിയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പറഞ്ഞോട്ടെ. നെക്സ്റ്റ് വണ്ണാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഏജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ദിസ് അപ്ലൈസ് ടു മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ടു ദ ഹോസ്റ്റ് ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. അപ്പൊ ഇവിടെ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നതാണ്, അതായത് കണ്ടാമിനേറ്റഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആണ് ഇതിലെ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നത്. അപ്പൊ ഇവിടെ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാഹനം എന്നുള്ളത് നമുക്ക് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാഹനം ഈ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനങ്ങൾ എന്തൊക്കെയാണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, മലിനമായിട്ടുള്ള വസ്തുക്കൾ വഴി, അല്ലെങ്കിലോ അതെന്തൊക്കെയാണ് പ്രധാനമായിട്ടും ആ വസ്തുക്കളിൽ വരുന്നത്? ഫുഡ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡുകളിലൂടെ ഇൻഫെക്ഷൻസ് വരാം, വാട്ടറിലൂടെ വരാം, പിന്നെ മെഡിക്കേഷൻസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളിലൂടെ വരാം. ദെൻ അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ വഴിയും എന്താണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻസിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഫുഡ്, വാട്ടർ ആൻഡ് മെഡിക്കേഷൻസ് ആണ് പറയുന്നത് കേട്ടോ. ഫുഡില് എന്താണ് കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ, അതുപോലെ കണ്ടാമിനേറ്റഡ് മരുന്നുകൾ ഒക്കെ വഴി നമുക്ക് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവയിലൊക്കെ എന്ത് ചെയ്യുന്നു, മലിനമാകുന്ന സമയത്ത് അവയിലൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പൊ അതിന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു വാഹനമായിട്ട് മൈക്രോ ഓർഗാനിസത്തിന്റെ വാഹനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് കണ്ടാമിനേറ്റഡ് ആകുമ്പോൾ അവിടെ ഓൾറെഡി മൈക്രോ ഓർഗാനിസംസ് അതിൽ പ്രസന്റ് ആണ്. അപ്പൊ അത് ഫുഡിൽ നിന്ന് കണ്ടാമിനേറ്റഡ് ഫുഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ വാട്ടർ കുടിക്കുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയിനുള്ളിലേക്ക് ഈ മൈക്രോ ഓർഗാനിസംസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ പറയുന്നത്. കിട്ടിയോ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ്, ലാസ്റ്റ് വൺ ആണ് കേട്ടോ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഇവിടെ വെക്ടർ ബോൺ എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസംസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒബ്ജക്ട്സ് ആണ്, അല്ലെങ്കിൽ എയർബോൺ ആണ്, എയർ ഡ്രോപ്ലെറ്റ്സ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട്, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറഞ്ഞത്. ഇവിടെ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ലിവിങ് ഓർഗാനിസംസ് ആണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ഇതിനെ പകരാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ദിസ് ഒക്കേഴ്സ് വെൻ സച്ച് ആസ് മോസ്കിറ്റോസ്, അല്ലെ? നമുക്ക് എങ്ങനെയൊക്കെ പകരാം? കൊതുകുകളിലൂടെ വരില്ലേ, നമുക്ക് രോഗങ്ങൾ പകരാറില്ലേ? അതുപോലെ ഫ്ലൈസ്, ഈച്ചകള്, റാറ്റ്സ്, എലികള്, അല്ലെ? അത് വെർമിൻസ് എന്ന് പറഞ്ഞാൽ കീടങ്ങള് കേട്ടോ, മറ്റു കീടങ്ങള്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്. ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളെ എന്തൊക്കെയാണ്? അവിടെ ലിവിങ് ഓർഗാനിസംസ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് ഇത് പകർത്തുന്നത്. എന്തൊക്കെയാവാം? മോസ്കിറ്റോസ് ആവാം, അല്ലെ? കൊതുകുകളാവാം, ഫ്ലൈസ്, ഈച്ചകളാവാം, അല്ലാന്നുണ്ടെങ്കിലോ എലികൾ വഴി വരാം, അല്ലെങ്കിലോ അതർ വെർമിൻസ് അല്ലെങ്കിൽ എന്താണ് മറ്റു കീടങ്ങൾ വഴിയും നമുക്ക് ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് പകർന്നു തരുന്നുണ്ട്. അങ്ങനെയുള്ള വെക്ടർ ബോൺ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് വഴി നടത്തുന്ന ട്രാൻസ്മിഷൻ ആണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ 5 വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇതിലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. 4th വൺ ആണോ പറയുന്നത്? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ ആണോ? ഓക്കെ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയാ? ഹോസ്റ്റിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ബൈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വഴിയാണ്, മലിനമായിട്ടുള്ള ഐറ്റംസ് വഴി. എന്തൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്? ഫുഡ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് വരാറില്ലേ? അത് എന്താണ്? ഫുഡില് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന ആ ഒരു
മീഡിയം എന്ന് പറയുന്നത് എന്താണ്? ഫുഡാണ്. അതുപോലെ തന്നെ വാട്ടർ അല്ലെ, കണ്ടാമിനേറ്റഡ് ഉള്ള വാട്ടർ ഉണ്ടെങ്കിൽ ആ വാട്ടർ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ രോഗം അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ മൈക്രോ ഓർഗാനിസത്തിന്റെ ആ ഒരു മീഡിയം അല്ലെങ്കിൽ അത് പോകാനായിട്ടുള്ള ഒരു ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് ആവാം, വാട്ടർ ആവാം. അല്ലാന്നുണ്ടെങ്കിലോ മെഡിക്കേഷൻസ്, കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള മരുന്ന് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉള്ള രീതിയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈറ്റുകളുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് ചെയ്തൊക്കെയാണ് മരുന്നുകൾ നമുക്ക് കൊണ്ടുതരുന്നതെങ്കിൽ അത് കഴിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിലോ ഡിവൈസ് ആൻഡ് ഇൻസ്ട്രുമെന്റ് എക്യുപ്മെന്റ്സ്, അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അവിടെ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ പോവാൻ അല്ലെങ്കിൽ അതിന്റെ മറ്റേ ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് എത്താനായിട്ടുള്ള ഉപകരണം അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വെഹിക്കിൾ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വാഹനം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അവിടെ ആ മൈക്രോ ഓർഗാനിസത്തിന് പെട്ടെന്ന് വെറുതെ ഇങ്ങോട്ട് പോരാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഫുഡിലൂടെയോ അല്ലെങ്കിൽ വാട്ടറിലൂടെയോ മെഡിക്കേഷൻസിലൂടെയോ ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ കിട്ടിയോ? ഓക്കെ, ആൻസർ നാം വേഗം വായിച്ചു നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പേരിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അഞ്ചിനത്തില്? മിസ്, എയർബോൺ ട്രാൻസ്മിഷന് ഡസ്റ്റുകളിൽ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. അതായത് നമ്മുടെ എയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അത് എന്ത് ചെയ്യുന്നു? അതില് മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് അത് ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ തുള്ളികൾ പോലെയായിട്ട് അത് എന്ത് ചെയ്യുന്നു? കുറച്ചു നേരം നമ്മുടെ ആ ഒരു എയറിൽ നിൽക്കുകയും അത് എന്ത് ചെയ്യുന്നു? ലോങ് പീരീഡ് ഓഫ് ടൈം എയറിൽ നിൽക്കുകയും അത് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരുമ്പോൾ അത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ഇപ്പൊ നമ്മൾ ചുമക്കുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് ഒരു ഞാൻ ചുമക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു കുറച്ച് ഏരിയ മാത്രമേ അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നുള്ളൂ. എന്നാൽ എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വായുവിൽ ഇങ്ങനെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ അവശിഷ്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട മൈക്രോ ഓർഗാനിസംസും കൂടി കൂടിച്ചേർന്ന് അതൊരു ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ കണികകൾ പോലെ അല്ലെങ്കിൽ ഒരു തുള്ളികൾ പോലെയായിട്ട് അതെന്ത് ചെയ്യുന്നു? എയറിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് നാള് ലോങ് ഡിസ്റ്റൻസ് സമയത്ത് അല്ലെങ്കിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ അതെന്ത് ചെയ്യും? എയറിൽ നിലനിൽക്കും. അപ്പൊ അതെന്ത് ചെയ്യാം? ഒത്തിരി സമയം ദൂരത്തേക്ക് സഞ്ചരിക്കുകയും അതുവഴി ആളുകളിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസും ഉണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, എന്നാൽ നമുക്ക് ഇന്ന് ഇത്രയും വരെ നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.